ഇൻഫർമേഷൻ റോഡ് സേഫ്റ്റി ഡൗട്ട്സിനകത്ത് പച്ചയാണ് അതിനകത്തുണ്ടെങ്കിൽ വരും മിറർ ചെയ്തോ അതുകൊണ്ട് ക്യാമറ കാണത്തൊക്കെ ചരിച്ചില്ല അവർ ക്യാമറയ്ക്ക് പിന്നെ രണ്ടുപേരും നടുവിൽ വെച്ചു ഇവിടെ നടുവിൽ വെച്ചു ഫ്രണ്ടിലോട്ട് കയറ്റി വെച്ചു ഫേസ് ഓർമ്മ ഏത് ക്യാമറ ഓണായി നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ടാബിനകത്ത് നിങ്ങൾ QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി ഇതെടുത്ത് ഇത് കൊടുക്കുന്ന തന്നെ അപ്പോൾ സ്കാൻ ചെയ്താൽ മതി. അല്ല ആ സമയത്ത് നിങ്ങൾ കൊടുത്താൽ മതി അവർ സ്കാൻ ചെയ്യും. നോക്കിയിട്ടുണ്ടല്ലോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. തുടങ്ങാം. നമ്മൾ കേരള MBDയുടെ ഒരു പുതിയ ആശയം ഇന്ന് ലോഞ്ച് ചെയ്യാണ്. സാധാരണ നമ്മൾ RT ഓഫീസുകളിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷനും കിട്ടാൻ വേണ്ടിയിട്ട് അവിടുത്തെ PRO ആണ് സമീപിക്കുന്നത്. കേരളത്തിലെ എല്ലാ ഓഫീസുകളിലും PROമാരുണ്ട്. എങ്കിലും നമ്മളൊരു പുതിയ പരിഷ്കാരം എന്ന നിലയിൽ ഈ ഉച്ചയ്ക്ക് ശേഷം ഓഫീസ് ക്ലോസ് ചെയ്തു അവിടെ ആവശ്യമില്ലാത്ത ആളുകളെ എൻട്രി ചെയ്യാൻ അനുവദിക്കുന്നില്ല. പക്ഷെ PROയുടെ സേവനം ഉണ്ടാവും. പക്ഷെ എന്നാലും ചിലർക്ക് സംശയം തീരാത്തത് കൊണ്ട് ഒരു പുതിയ ആശയം കോട്ടയം RTO ആണ് ശ്രീ അജിത്ത് മുന്നോട്ട് വെച്ചൊരു ആശയമാണ്. അത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ നാഗരാജു അത് സ്വീകരിക്കുകയും അതിനെപ്പറ്റി വളരെ വിശദമായി പഠിച്ചപ്പോൾ ഞങ്ങൾ വെർച്വൽ PRO എന്ന് പറഞ്ഞൊരു സംവിധാനമാണ് ഉണ്ടാക്കുന്നത്. ഇത് വെർച്വൽ PRO എന്ന് പറയുന്നത് ഇതിനകത്തൊരു QR കോഡ് അതെടുത്തുള്ളൂ അതിങ്ങെടുത്ത് ഇതിലൊരു QR കോഡ്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് കിട്ടുന്ന എല്ലാ സേവനങ്ങളിലേക്കും ലിങ്ക് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഒരു PROയുടെ ആവശ്യമില്ല. നമുക്കിതിൽ ഏത് വിഷയത്തിലേക്കാണ് ഏത് നമ്മുടെ ഡൗട്ട് എന്താണ്, നമുക്കിപ്പം നമുക്ക് ഫൈൻ അടിച്ചിട്ടുണ്ട്, ഫൈൻ അടയ്ക്കണം, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളിലേക്കും നമുക്ക് പോകാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇതിവിടെ ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വെർച്വൽ ഈ ഒരു QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്യുമ്പോൾ ഇവിടെ അത് വരും. നമ്മൾ സാധാരണ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിലേക്ക് വരും നമ്മുടെ സൈഡിൽ. ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും എന്തെങ്കിലും ഉണ്ട് ടച്ച് ചെയ്ത് ഓരോ ഈ ചെല്ലാൻ സർവീസ് അവിടെ വരുന്നിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ PROയുടെ ആവശ്യമില്ല. അപ്പോൾ എല്ലാ ഓഫീസുകളിലും മാത്രമല്ല എല്ലാ ഓഫീസുകളിലും ഇതിന്റെ ഒരു QR കോഡ് ഉള്ള ഒരു ബോർഡ് വെക്കും. അതുകൂടാതെ നമ്മുടെ ഡിജിറ്റൽ വാട്സാപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയെല്ലാം ഇൻസ്റ്റാഗ്രാം വഴിയെല്ലാം ഇത് പ്രചരിപ്പിക്കും. അപ്പോൾ ആ QR കോഡ് ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി. ഒരുവിധം എല്ലാ പബ്ലിക് പ്ലേസുകളിലും ഇത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ക്യാമ്പസിൽ ഇൻഡസ്ട്രീസ് എന്നുള്ള സർക്കാരിന്റെ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് തുടങ്ങിയ ഒരു പദ്ധതിയിൽ നമ്മൾ 3 കോളേജുകൾ ചേർന്നാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് പോളിടെക്നിക്കൽ കോളേജാണ്, പോളിടെക്നിക് കോളേജ് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്, അതുപോലെ വിസ്മയ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിക്കറ്റ്, പിന്നെ സ്കില്ലേജ് ഡിജിറ്റൽ അക്കാഡമി മലപ്പുറം. ഈ 3 കോളേജിലെ കുട്ടികളാണ് അവരാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിനൊക്കെ തുടർന്നുള്ള മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം അവർ തന്നെ ചെയ്തു പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ QR കോഡ് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ QR കോഡ് വഴി എല്ലാ ഇൻഫർമേഷൻ, അപ്പോൾ PRO വേണം, PROയിൽ അനാവശ്യമായ സംശയങ്ങൾ, ഇപ്പം ഇത് ഓഫീസിൽ ഉച്ചയ്ക്ക് ശേഷം ആരും കയറണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ഒരു പരിപാടിയായിട്ട് ഇറങ്ങി. അങ്ങനെ കയറാതെ ഞങ്ങൾ അങ്ങനെ വിവരം അറിയും. ഇപ്പോൾ വിവരം അറിയാൻ ഒരു കുഴപ്പമില്ല. ആർക്കും 24 hours 24/7 ആർക്കും എവിടെ വെച്ചും എല്ലാ ഇൻഫർമേഷനും കിട്ടും. അവർക്ക് ആവശ്യം ഒരു സാധാരണ ഒരാൾക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷൻ കിട്ടും. ഇനി ഭാവിയിൽ നമ്മൾ ഇതിനകത്തൊരു റോഡ് സേഫ്റ്റി ലിങ്കും കൂടി ഇതിനകത്ത് കണക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, ഇപ്പോൾ ഒരു ലൈനിൽ റോഡിൽ കാണുന്ന ഒരു മാർക്ക്, ആ മാർക്ക് എന്തിനുള്ളതാണെന്ന് പലർക്കും സംശയം കാണും. 2 മഞ്ഞ വര ഇട്ടു, എന്താണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഭാഗത്തേക്ക് ഇതിനെ നമ്മൾ ലിങ്ക് ചെയ്യും.
ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വളരെ സാധാരണക്കാരന് ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്താൻ കഴിയുന്നത്. ഇനി സംശയങ്ങളില്ല, ഈ QR അവിടെ ഒന്ന് സ്കാൻ ചെയ്താൽ എല്ലാ സംശയങ്ങൾക്കും ഉത്തരവുണ്ട്. ഒരു PRO എന്താണോ മാനുവലി നമുക്ക് പറഞ്ഞു തരുന്നത്, ആ സംശയങ്ങളെല്ലാം വിഷ്വലായിട്ട് നമുക്ക് പറഞ്ഞു തരും. അതാണ് ഇതിന്റെ ഗുണം. ഇതിപ്പോ നമ്മുടെ ഇതുവഴി ചോദിക്കുന്നവർക്ക് മാനുവലായി നമ്മൾ ഓൺലൈൻ വഴി ഉത്തരം കൊടുക്കുന്നതാണോ അല്ല, ഇതിൽ തന്നെ കാണാൻ പറ്റും. അത് ഓട്ടോ ജനറേറ്റ് ചെയ്ത് ആൻസേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്, ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് ഇതിന്റെ എല്ലാം ഉത്തരങ്ങളും. ഇപ്പൊ ഈ ചെല്ലാൻ അടയ്ക്കണം, അത് നമ്മുടെ സൈറ്റിലേക്കാണ് കയറുന്നത്. ഇത് നേരെ കയറാൻ പോകുന്ന MBDയുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് കയറി അവിടെ ഈ ചെല്ലാൻ കണ്ട് ഈ ചെല്ലാൻ അടച്ചു പോവാം, അതിൽ തന്നെ അടച്ചു പോവാം. അപ്പൊ അതിൽ കയറി കഴിഞ്ഞാൽ ഈ ചെല്ലാനിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ചെല്ലാൻ നമുക്ക് എന്താണ് ഫൈൻ ഉള്ളത് നോക്കി നമ്മുടെ നമ്പർ കൊടുത്ത് ഫൈൻ അറിഞ്ഞ് അവിടുന്ന് നമുക്ക് അങ്ങ് ചെയ്യാം. ഓൺലൈനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം, അറിയാൻ മാത്രം, ഇൻഫർമേഷൻ മാത്രമല്ല അല്ലെ, പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇതിൽ കൂടെ ചെയ്യാൻ പറ്റും. സ്പെസിഫൈ ചെയ്ത് എന്തെങ്കിലും ഒരു വാഹനത്തിന്റെ പ്രശ്നം അറിയാനായിരിക്കും PRO എടുത്ത് വരിക. അങ്ങനെ ഒരു പ്രശ്നം ചോദിച്ചാൽ അത് അതിന്റെ ഉത്തരം കൊടുക്കാനുള്ള കിട്ടും. ഓരോ ഇത് പറഞ്ഞു ആൻസർ. അതായത് നമുക്ക് ഇൻഫർമേഷൻ ഡയറക്ടറിയാണ്. അപ്പോൾ ഒരാൾക്ക് ഈച്ചലാൻ എന്നുള്ള ഒരു സർവീസിനെ കുറിച്ച് അറിയണം. നമ്മളതിനകത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് ഈച്ചലാൻ എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ ഉണ്ടാവും. ആ ട്യൂട്ടോറിയൽ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും ഇനി ഏത് സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ എക്സാക്ട് ലിങ്കുകൾ നമ്മളവിടെ കൊടുക്കും. അപ്പോൾ സ്പെസിഫിക് ലിങ്കിൽ പോവുക, ആ സർവീസ് നമ്മൾ അറ്റൻഡ് ചെയ്യാം. പഠിപ്പിച്ചു കൊടുക്കും. ഓരോ ഇത് ബേസിക് ആണ്. നമ്മൾ ഒരു PRO കാണിച്ച ഒരു വണ്ടിയുടെ അതിന് ഉച്ചവരെ സമയമുണ്ട്. PRO അവിടെ തന്നെ കാണും. പക്ഷേ അതിപ്പോ സാധാരണക്കാരെ വിഷയമല്ല. അല്ല, അങ്ങനെ മാനുവലി ഇപ്പൊ ചോദ്യം ചോദിക്കുന്നവർക്ക് ഓൺലൈൻ ആൻസർ കൊടുക്കുന്ന ഒരു സംവിധാനം കൂടി വന്നാൽ അതുകൊണ്ട് നമ്മുടെ ഒരു ആൻസേഴ്സ് അത് നമുക്ക് കൊണ്ടുവരാം, അത് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാം. കാരണം ആ ചോദ്യത്തിന്റെ ഉത്തരം തരേണ്ടത് ചിലപ്പോൾ RTO ആയിരിക്കും, അങ്ങനെയുള്ള ആൾക്കാർക്ക് തരാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അത് തരാനുള്ള ഏർപ്പാട്. ഇപ്പൊ നിലവിലുള്ള PROയുടെ സേവനത്തിൽ നിന്ന് ഇപ്പൊ ലഭ്യമാകുന്നത് ഒരു അധിക സേവനമാണ് അല്ലേ? ഇത് എല്ലാവർക്കും എപ്പോഴും ആക്സസ് ചെയ്യാവുന്ന ഒരു സാധനമാണ്. ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കേസ്, ഇപ്പൊ എന്റെ ഒരു പർട്ടിക്കുലർ വണ്ടിയുടെ ഒരു കേസ്, അത് കൊടുത്ത് ചോദിക്കണം, അതിനകത്ത് ഫയൽ നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അത് മെഷീന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഒരു ഓൺലൈനിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് ഈ പറഞ്ഞതുപോലെ ഒരു റിക്വസ്റ്റ് ഇടാനുള്ള സംവിധാനം കൊടുക്കുക. റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അധ്യാപകരോട് ഇമെയിലിലൂടെയാണ് ചോദ്യം ചോദിക്കുന്നത്. അത് ഏത് മിഡ് നൈറ്റ് ആണെങ്കിലും അവർക്ക് ചോദിക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ ഏർലി മോർണിംഗ് ഈ പ്രൊഫസർ ഇത് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം അതല്ലെങ്കിൽ അവർ അതിനകത്തുനിന്ന് മറുപടി കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിന്റെ എന്താണോ കുട്ടിക്ക് സംശയം തോന്നിയ ആൻസർ അത് കൊടുക്കും. അതുപോലെ ഒരു സംവിധാനം മാനുവലി അത് ചെയ്യാൻ പറ്റില്ല. ഒരു പർട്ടിക്കുലർ വെഹിക്കിളിന്റെ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അത് അങ്ങനെ കൊടുക്കാൻ പറ്റും. ഇത് ജനറൽ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻ മെയിനായിട്ട് വന്ന് ഈ ചെല്ലാൻ എങ്ങനെയാണ് അടയ്ക്കേണ്ടത് ഒരാൾക്ക് അറിയില്ല. അപ്പൊ അതിന്റെ ട്യൂട്ടോറിയൽ തന്നെ കൊടുക്കുകയാണ്. അപ്പൊ ഈ ചെല്ലാൻ അടയ്ക്കാൻ നമ്മളെ തന്നെ പഠിപ്പിക്കണം. പിന്നെ ആരുടെയും സഹായം ആവശ്യമില്ല. അക്ഷയയിൽ പോണ്ട, എവിടെയും പോണ്ട, നമുക്ക് തന്നെ പഠിച്ചാൽ നമുക്ക് തന്നെ ചെയ്യാം. അപ്പൊ ഏത് സാധാരണക്കാരനും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ട്യൂട്ടോറിയൽ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരു ഉദാഹരണത്തിന് വണ്ടിയുടെ ലൈസൻസ് വരും. പല ആളുകൾക്കും ഈ ഡിജിറ്റൽ ലൈസൻസ് ആണ് പോരുന്നത്. അപ്പൊ ഡൗൺലോഡ് ചെയ്യാൻ വളരെ ഈസിയാണ്, പക്ഷെ അതാരും ശ്രമിക്കുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ലിങ്ക് ട്യൂട്ടോറിയൽ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ലൈസൻസ് എനിക്ക് അല്ലെങ്കിൽ RC ബുക്ക് വന്നു അന്ന് തന്നെ വരും, അപ്പൊ തന്നെ വരും. കുറച്ചുകൂടി ഇനി അഡ്വാൻസ് ചെയ്യാൻ പോകുന്ന വെച്ചാൽ എല്ലാ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നിടത്തേക്ക് ടാബ് കൊടുക്കാൻ വേണം. അപ്പൊ ആ സൈറ്റിൽ നിന്ന് തന്നെ അവിടെ നിന്ന് ഇപ്പോൾ ഒരാൾ പാസ്സാവുന്ന അടുത്ത ഈ ഒരാൾ പാസ്സായി അവിടെ തന്നെ അപ്പോൾ തന്നെ റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് ഈ കാൻഡിഡേറ്റ് ഗ്രൗണ്ട് വിട്ട് പോകുന്നതിന് മുമ്പേ ലൈസൻസ് വരും ഫോണിലേക്ക്. ആ നിലയിലേക്ക് മാറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഇത് 90 സ്ഥലങ്ങളിൽ ടെസ്റ്റ് നടക്കുന്നുണ്ട്, 93 സ്ഥലങ്ങൾ. അവിടെ എല്ലാം ടാബ് വാങ്ങി കൊടുക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടാബ് കൊടുക്കുന്നതോടുകൂടി അവിടുന്ന് തന്നെ ഒരു നിമിഷം ഇപ്പൊ വണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗം. ഇപ്പം എന്താ വെച്ചാൽ സൈറ്റിൽ പാസ്സാകുന്ന ലിസ്റ്റ് വെച്ചിട്ട് ഒരു 2 മണിയോടുകൂടി ഈ ഉദ്യോഗസ്ഥൻ ഓഫീസിൽ പോയി ഓഫീസിലെ കമ്പ്യൂട്ടറിൽ നിന്ന് ഈ ജയിച്ചവരുടെയും തോറ്റവരുടെയും എല്ലാം ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ മാത്രമേ റിസൾട്ട് വരുള്ളൂ. അപ്പോൾ 2 മണി 3 മണിയാകുമ്പോൾ വരും. ഇപ്പോൾ മറ്റേതന്നെ മാറ്റാൻ പോകുന്നത് അവിടെ വരും. ഇതിലിപ്പോൾ ഇൻഫർമേഷൻസ് ആണ് എല്ലാ ഒരു കൗണ്ടറിൽ വന്ന് നമ്മൾ ചോദിച്ചാൽ കിട്ടുന്ന എല്ലാ ഇൻഫർമേഷൻ. പിന്നെ അകത്തിരിക്കുന്ന ഒരു ഫയലിനെ പറ്റിയുള്ള സീക്രട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല, ഒരു ഓൺലൈനായിട്ട് പറയാൻ പറ്റില്ല. അത് നോക്കിയിട്ട് പറയേണ്ട കാര്യമാണ്. പിന്നെ ഫയലുകളെ കുറിച്ചും താമസം വരില്ല. നമ്മുടെ എന്നിട്ട് 5-6 സർവീസുകൾ ഇപ്പോൾ ഈ എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ട്രയൽ റൺ പോലെയാണ്. പല എററും വരുന്നുണ്ട് ഇപ്പോൾ. കാരണം അതായത് ഞാൻ നേരത്തെ നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട്, ടോട്ടൽ ഫയലിനെ ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഫയലിന്റെ എണ്ണം കൂടുതലാണ്, കൊച്ചിയിൽ കൂടുതൽ. അപ്പൊ അതിനെ ഡിവൈഡ് ചെയ്ത് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് കൊടുക്കും. സ്റ്റേറ്റ് വൈഡ് എല്ലാ ഓഫീസിലേക്കും ഡിവൈഡ് ചെയ്ത് അപ്പം അവരുടെ സേവനം പെട്ടെന്നായിരിക്കും. അവിടെ ഫയൽ കിട്ടി ഫയലിന്മേൽ തീർപ്പാക്കിയാണ്. കോന്നിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരിക്കും ചിലപ്പോൾ കാസർഗോഡ് ഇരിക്കുന്ന ഒരു വണ്ടിയുടെ ഫയൽ കൈകാര്യം ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫയൽ കൈകാര്യം ചെയ്ത് കൊടുക്കണം. 5 ഡേയ്സിൽ കൂടുതൽ വെക്കാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശമുണ്ട്. അത് പരിശോധിക്കുന്നുണ്ട്. അതാണ് വിജിലൻസ് പരിശോധിക്കാൻ പോകുന്നത്. ഡിപ്പാർട്ട്മെന്റ് വിജിലൻസ് തുടങ്ങാനുള്ള പ്രപ്പോസൽ. ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ ഒരു വിജിലൻസ് വിങ് തുടങ്ങിയിട്ട് അവരിത് പരിശോധിക്കും. ഈ കമ്പ്യൂട്ടറിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ 5 ദിവസത്തിനുള്ളിൽ വെച്ചിട്ടുണ്ട് ഏത് ഉദ്യോഗസ്ഥനാണ് ഈ സാധനം ഹോൾഡ് ചെയ്തിരിക്കുന്നത്.
എന്നറിയാൻ പറ്റും. അവരുടെ പേരിൽ നടപടികൾ. അപ്പം ഡിലേ ഒഴിവാക്കുകയാണ്. അപ്പോൾ വേറെ ബെസ്റ്റ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കാരണം തിരുവനന്തപുരത്തിരിക്കുന്ന ആളിന് കാസർഗോഡ് രജിസ്റ്റർ ചെയ്യുന്ന വണ്ടിയെക്കുറിച്ച് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ പറ്റൂല. അപ്പോൾ ഹോൾഡ് ചെയ്യില്ല. അടുത്ത കാസർഗോഡുള്ള ഫയൽ വന്നു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് തിരിച്ചു പോകും. കമ്പ്യൂട്ടർ വഴിയല്ലേ പോകുന്നു. അപ്പോൾ പെട്ടെന്ന് സർവീസ് ലഭ്യമാക്കാൻ കഴിയും എന്നുള്ള അതിന്റെ ട്രയൽ കഴിഞ്ഞ 18-ാം തീയതി ആരംഭിച്ചു. ഇടയ്ക്ക് ചില എററുകൾ കാണിച്ചതുകൊണ്ട് 5-6 സർവീസുകൾ ഇപ്പം നമ്മൾ ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചില എറർ കാണിക്കുന്നത് അത് NIC ആണ് കറക്റ്റ് ചെയ്യുന്നത്. അവർ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അവരത് കൃത്യമായി ഫോളോ ചെയ്യും. അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഏർപ്പെടുത്തുന്ന ഒരു സംവിധാനം ആയതുകൊണ്ടാണ് അതിന് ചില എററുകൾ വരുന്നത്. എറർ വരുമല്ലോ ഏത് പരീക്ഷണത്തിൽ. അത് നമ്മൾ കരുതി തന്നെയാണ് നിൽക്കുന്നത്. എറർ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോൾ എറർ കറക്റ്റ് ചെയ്യും. അല്ല കഴിഞ്ഞ 18-ാം തീയതി മുതൽ ഇത് ആക്റ്റീവാണ്. അപ്പോൾ എറർ വരുന്നത് കാണിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ. ആദ്യമായിട്ടത് പരീക്ഷിക്കല്ലേ. അവരും ഇത് ആദ്യമായിട്ട് പരീക്ഷിക്കുകയാണ്. അപ്പോൾ അവരത് NIC കറക്റ്റായിട്ട് കറക്റ്റ് ചെയ്യുന്നുണ്ട്. എറർ കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകണം. ആ സംവിധാനം വരും. അത് 100% വിജയിക്കും. കുഴപ്പമൊന്നുമില്ല. പക്ഷേ എറർ വരണമല്ലോ. ആദ്യം എറർ വന്നാൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഒരു മാനുവലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതിൽ ചില എററുകൾ വന്നാലേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എറർ വരുമ്പോൾ അനുസരിച്ച് അവർ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യഘട്ടമായിട്ട് 5-6 സേവനങ്ങളാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ ബുക്ക് ട്രാൻസ്ഫർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളെ മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈസൻസ് പുതുക്കുന്ന അടക്കം പ്രിന്റ് ചെയ്യുന്ന അടക്കം കിയോസ്കുകൾ പ്രപ്പോസലുമായ വ്യക്തികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കിയോസ്ക് കൊടുക്കാൻ തീരുമാനിച്ചു. നമ്മൾക്ക് ലിങ്ക് കൊടുക്കും. ഇതേ ഗൾഫിലൊക്കെ അങ്ങനെയാണ്. നമ്മളൊരു കിയോസ്കിൽ പോയി പണം അടച്ച് നമ്മുടെ ലൈസൻസിന്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മുടെ ലൈസൻസ് പ്രിന്റ് ചെയ്ത് നല്ല ചൂടായിട്ട് നമ്മുടെ കൈ കിട്ടും. അങ്ങനെയുള്ള RC ബുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിന്റ് ചെയ്യാനുള്ള സർവീസുകൾ വെളിയിലേക്ക് കൊടുക്കാനുള്ള ആലോചനയാണ്. കേരളത്തിലെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ വലിയ വലിയ റെയിൽവേ സ്റ്റേഷനുകൾ, ഷോപ്പിംഗ് മാളുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ തന്നെ, ഇതാണ് നമ്മുടെ മനസ്സിലെ ആശ, അവർ തന്നെ മെഷീൻ വയ്ക്കണം. അവരൊരു കാർഡ് അടിച്ചു കൊടുക്കുമ്പോൾ ഒരു പെർസെൻറ്റേജ് സർക്കാരിൻ്റെ തന്നെ, ബാക്കി ലിങ്ക് സർക്കാർ അപ്രൂവ് ചെയ്യുന്നവരായിരിക്കണം. ഇത് അവരതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർക്കായിരിക്കും. അത് മെഷീനിലൂടെ ഒരു ലിങ്ക് കിട്ടും. സംഗതി മനസ്സിലായോ? ഒരു മെഷീനിലൂടെ നമ്മൾ ആ മെഷീനിലൂടെ നമുക്ക് മോട്ടോർ വെഹിക്കിളിന്റെ ഈ സൈറ്റിലേക്ക് കയറാൻ പറ്റും. കയറിയിട്ട് ആ ലൈസൻസിന്റെ കോപ്പി ഒരെണ്ണം അടിച്ചെടുക്കാൻ പറ്റും. അത് ആൾ തന്നെ ആയിരിക്കണം. കാരണം എന്റെ ലൈസൻസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ എന്റെ ഫോണിൽ OTP വരും, അപ്രൂവ്ഡ് ഫോണിൽ. ആ OTP അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ എനിക്ക് പ്രിന്റ് ചെയ്ത സാധനം ചൂടോടുകൂടി ഈ മെഷീനിൽ നിന്ന് കിട്ടും. ഈ മെഷീനൊക്കെ വാങ്ങാൻ സർക്കാരിന് സാമ്പത്തിക പ്രശ്നങ്ങളും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രയാസമുള്ളതുകൊണ്ട് വെളിയിലേക്ക് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പ്രപ്പോസൽ ക്ഷണിക്കുന്നത്. ക്ഷണിച്ചിട്ട് അവർ പലരും പ്രപ്പോസൽ വരുന്നുണ്ട്. ഇങ്ങനെ ഗൾഫിലൊക്കെ ഇത് സംവിധാനം ഉണ്ട്. ചെറിയൊരു ഫീസ് അത് വാങ്ങും. ആ മെഷീനിൽ വാങ്ങും അവർ. ഇപ്പോൾ ഒരു കാർഡ് അടിച്ചു തരാൻ 100-150 രൂപ അവർ വാങ്ങും. അപ്പോൾ നമ്മൾ ഗൾഫിൽ പോയാൽ അതിനെ പുതുക്കുന്ന പൈസ, ഇപ്പം ലൈസൻസ് പുതുക്കുകയാണ്, ആ പുതുക്കുന്ന പൈസയും കൂടി അതിലൂടെ തന്നെ അടയും. അപ്പം ഡിപ്പാർട്ട്മെന്റിലെ പൈസ അതിലൂടെ തന്നെ വരും. അല്ലാതെ നമ്മൾ വാങ്ങുന്നില്ല. മെഷീൻ നമ്മൾ വാങ്ങും. നല്ല വില വരും. എന്തായാലും 10-20 ലക്ഷം രൂപ ആയിരിക്കും. എനിക്ക് വിലയെ പറ്റി അറിയത്തില്ല. ഞാൻ ഈ സാധനം കണ്ടിട്ടുണ്ട്. എന്റെ ഗൾഫിലെ ലൈസൻസ് ഈ അടുത്ത കാലത്ത് ഞാൻ പുതുക്കിയത് ഈ മെഷീനിലാണ്. ഒരു 2-3 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ പുതിയ ലൈസൻസ് കൈ കിട്ടും. അങ്ങനെ വരും. അത് ഈ ലൈസൻസ് വാലിഡ് ലൈസൻസിന്റെ അത് കുഴപ്പമെന്നറിയാം. ഇപ്പം വാലിഡിറ്റി തീർന്നു കഴിഞ്ഞാൽ പറയുന്ന നിയമപരമായ കുരുക്കളുണ്ട്. 1 വർഷത്തിനുള്ളിൽ ലൈസൻസ് പുതുക്കാത്ത ഒരാൾ വന്നിട്ട് ഇതിനകത്തിട്ടാൽ കിട്ടൂല. കാരണം അദ്ദേഹം വീണ്ടും വണ്ടി ഒന്ന് ഓടിച്ച് കാണിക്കേണ്ടതുണ്ട്. അത്തരം പ്രോസസ് ഇല്ല. അപ്പം എന്റെ ലൈസൻസ് അടുത്ത ആഴ്ച തീരെയാണ്. അതിനൊരു ഗ്രേസ് പീരീഡ് ഉണ്ട്. ഒരു കരാവസ്ഥ കൊടുക്കാതെ പുതുക്കുന്ന ഒരു പീരീഡ് ഉണ്ട്. 1 വർഷമല്ലേ, ഒരു ടെസ്റ്റും ഇല്ലാതെ ആ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും പുതുക്കാൻ ചെല്ലുമ്പോൾ അത് പറ്റില്ല. അതിന് മാനുവലി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പം എന്റെ ലൈസൻസ് അടുത്ത മാസം തീരെയാണ്, ഇനിയിപ്പോൾ പുതുക്കാം. അല്ലെങ്കിൽ ഈ മാസം തീർന്ന് എനിക്കൊരു ഗ്രേസ് പീരീഡ് ഉണ്ട്, 1 വർഷത്തെ ഗ്രേസ് പീരീഡ്. ഗൾഫിലൊക്കെ 1 മാസത്തെ ഗ്രേസ് പീരീഡ് ഉണ്ട്, മറ്റേ 1 വർഷം വരെ കിട്ടും. അപ്പോൾ അതിനുള്ളിൽ ഞാൻ ഈ ലൈസൻസ് എപ്പോൾ കൊണ്ടുവന്നാലും ഈ മെഷീനിൽ തന്നെ പുതുക്കാൻ പറ്റും. അപ്പോൾ സേവനം വളരെ വേഗത്തിലാവും. എന്നാൽ സർക്കാരിന് കിട്ടാനുള്ള റവന്യൂ അതിലൂടെ വരും. ഇവരടിച്ചു കൊടുക്കുന്ന ഒരു പെർസെൻറ്റേജ് അവരെടുക്കുന്ന കൂടാതെ നമുക്കൊരു പെർസെൻറ്റേജ്. മറ്റ് കാർഡുകൾ പ്രിന്റ് ചെയ്യാൻ കഴിയുന്ന മെഷീനായിരിക്കും. എല്ലാ കാർഡും പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. ഇത് മാത്രം പ്രിന്റ് ചെയ്യാൻ അവർക്ക് മുതലാവില്ല. അവർക്ക് വേറെ എന്തോ റേഷൻ, അത് മറ്റു ഡിപ്പാർട്ട്മെന്റ് അവർ ലിങ്ക് ചെയ്യാന്നുള്ള റേഷൻ കാർഡും അതിനകത്ത് പ്രിന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ആ വകുപ്പുകളുമായി അവർ ബന്ധപ്പെടണം. ഞാൻ എന്റെ മനസ്സിലെ ആശയം പറഞ്ഞതാണ്. ഈ ആശയം എന്റെ മനസ്സിലുണ്ട്. ഇത് നമ്മൾ മോട്ടോർ വെഹിക്കിൾ സർവീസുകൾ കൊടുക്കാൻ വേണ്ടി താല്പര്യമുള്ളവരെ ക്ഷണിക്കുക. ഒരാശയം, ഒരു പുതിയ ഒരു ഐഡിയ, വിദേശ രാജ്യങ്ങളിലുള്ള ഒരു പുതിയ ഐഡിയ ഇവിടെ നടപ്പിലാക്കാൻ താല്പര്യമുള്ളവർക്ക് വരാം. നമ്മൾ അതിനൊരു തീരുമാനമെടുത്തുകൊണ്ട് ഒരു കോമ്പിറ്റന്റ് ആണെന്ന് അതിനൊരു കൂടുക. അവരത് തന്നെ അവർ ഈ മാളുകളിലും റെയിൽവേ സ്റ്റേഷനൊക്കെ അവർ വെക്കണം. ഇതിന് സമാനമായ സമയം ഇതിപ്പോൾ എല്ലായിടത്തും ഈ QR കോഡ് അവർ പ്രദർശിപ്പിക്കും. ഈ QR കോഡിൽ ആര് സ്കാൻ ചെയ്താലും അവർക്ക് MBDയുടെ എല്ലാ സേവനങ്ങളും അറിയാനും കാര്യങ്ങളും പറ്റും. പിന്നെ ഘട്ടം ഘട്ടമായി ഒരു ചെറുപ്പക്കാരായ കുട്ടികൾ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ഇതിനെ നമ്മൾ ഘട്ടം ഘട്ടമായി കുറച്ചുകൂടി സേവനങ്ങൾ കൊടുക്കാനുള്ള
സംവിധാനം ചെയ്തു കൊടുക്കും. കാരണം അവരെ പ്രോത്സാഹിപ്പിക്കുക. കാരണം സർക്കാരിൻ്റെ ഒരു നയമാണ് ഒരു ക്യാമ്പസിൽ ഒരു ഇൻഡസ്ട്രി എന്നുള്ളൊരു ആ ഒരു പദ്ധതിയുടെ ഭാഗമായി വന്ന ഒരു പ്രൊജക്റ്റാണ്. അതുകൊണ്ടാണ് പ്രോജക്റ്റിന് നമ്മൾ അനുവാദം കൊടുത്തത്. ഇത് കോട്ടയം RTO ആണ് ഇത് കൊണ്ടുവന്നത്. ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഇതിന്മേൽ എല്ലാ തരത്തിലുള്ള പരിശോധനകളും നടത്തിയിരുന്നു. അദ്ദേഹത്തിന് ഇന്നൊരു ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹം വന്നില്ല എന്നുള്ളത്. അല്ലെങ്കിൽ അത് നല്ലൊരു പദ്ധതിയാണ് എന്ന് തോന്നിയെന്നാണ് നമ്മളിത് ലോഞ്ച് ചെയ്യുന്നത്. ഇത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ അനാവശ്യമായ സേവനങ്ങൾക്ക് ആളുകളെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഡിപ്പാർട്ട്മെന്റാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. അതിൽ ഈ വാഹന പരിശോധന പോലുള്ള കാര്യങ്ങൾ മാത്രമേ മാനുവലി നടക്കുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് ഭാവിയിൽ അതും ഡിജിറ്റലൈസ് ചെയ്യും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ വാഹന പരിശോധന ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ആധുനിക ടെസ്റ്റിംഗ് സെന്ററുകൾ സ്ഥാപിക്കാനുള്ള ടെൻഡർ വിളിച്ചിട്ടുണ്ടെന്നോ അല്ലേ? വിളിച്ചു കഴിഞ്ഞല്ലോ. അത് വിളിച്ചു കഴിഞ്ഞു. കേരളത്തിലെമ്പാടും അത്തരത്തിലുള്ള സെന്ററുകൾ വരും. അവിടെയായിരിക്കും വണ്ടി പരിശോധിക്കുന്നത്. വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡെല്ലാം പരിശോധിച്ച് കൊടുക്കുന്ന പറ്റിയിട്ട് അങ്ങനെയാണ്. ലൈസൻസ് ടെസ്റ്റുകളും ഡിജിറ്റലൈസ് ചെയ്തുള്ള സ്ഥാപനങ്ങൾ വരും സമീപഭാവിയിൽ തന്നെ. നമ്മുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് ഓട്ടോറിക്ഷകളിൽ നമ്മൾ പരിഷ്കാരം കൊണ്ടുവന്നിരുന്നു. അത് തൽക്കാലം നിർത്തിവെച്ചു. അതിന്റെ ഒരു സ്റ്റാറ്റസ് എന്താണ് മന്ത്രിയുടെ മനസ്സിലുള്ളത്? ശരിക്കും പറഞ്ഞാൽ അത് ന്യായമാണെന്ന് പൊതുജനങ്ങൾ മുഴുവൻ പറഞ്ഞൊരു പദ്ധതിയാണ്. അത് നിർത്തിവെക്കേണ്ട സാഹചര്യം അത് ഡെമോക്രസി അല്ലേ? കാരണം തൊഴിലാളികളെ വഴക്കുണ്ടാകുന്നു, അടിപിടി ഉണ്ടാകുന്നു. ഇതിന്റെ പേരിലേ ചില വഴക്കുകളൊക്കെ ഉണ്ടായി. കാരണം വെച്ചാൽ കൊടുക്കാൻ നിൽക്കുമ്പോഴത്തേക്കും ഈ ഓട്ടോറിക്ഷ തൊഴിൽ അവരെല്ലാം കൂടെ സംഘം ചേർന്ന് അജിറ്റേറ്റഡ് ആയി ആളുകളെ അറ്റാക്ക് ചെയ്യുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് അതിലൊരു മാറ്റം വരുത്തിയെന്ന് വെച്ചാൽ ഈ പൈസ മീറ്റർ ഇട്ടില്ലെങ്കിൽ പണം തരണ്ട എന്നുള്ള ഭാഗം ഒഴിവാക്കിക്കൊണ്ട് എല്ലാ വണ്ടികളും ഈ സ്റ്റിക്കർ ഒട്ടിച്ചേ പറ്റുള്ളൂ. കാരണം ഇപ്പം തിരുവനന്തപുരം നഗരത്തിലെ താരിഫിനകത്ത് വ്യത്യാസമുണ്ട്. ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ ഈ ഡ്രൈവർക്ക് ഓട്ടോറിക്ഷ റിട്ടേൺ കിട്ടത്തില്ല. അപ്പോൾ ആ ചാർജ് കൂടി ചേർത്തുകൊണ്ട് ഞാൻ മന്ത്രിയായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഈ മുൻ മന്ത്രി ഇരിക്കുന്ന സമയത്ത് തന്നെ സംഘടനക്കാരുമായി സംസാരിച്ച് ഒരു ധാരണയുണ്ടാക്കി ഒരു നോട്ടിഫിക്കേഷൻ പുറത്തുവിടും. ആ നോട്ടിഫിക്കേഷൻ പറയുന്ന കാര്യങ്ങൾ എല്ലാ വണ്ടികളും എക്സിബിറ്റ് ചെയ്യണം. അപ്പോൾ യാത്രക്കാരനത് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ വളരെ വലിയ അന്യായമാണ്. ഓട്ടോറിക്ഷക്കാർ ചെയ്യുന്ന ഒരു മര്യാദയുള്ള കാര്യമല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. കാരണം വെച്ചാൽ വളരെ മോശമായ നിലയിൽ മീറ്റർ ഇടാതെയും മീറ്റർ ഇട്ടും അരാജകത്വം സൃഷ്ടിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് പോയപ്പോൾ അവിടുത്തെ ആളുകളുടെ പരാതി പരിഗണിച്ചുകൊണ്ട് പാലക്കാട് RTOയോട് ശക്തമായ പരിശോധന നടത്താൻ പറഞ്ഞു. ഇത് വെച്ചേ പറ്റൂ. ഈ സ്റ്റിക്കർ ഒട്ടിക്കണം, സ്റ്റിക്കർ പറയുന്നതൊക്കെ വാങ്ങിക്കാൻ പറ്റും, അതിൽ കൂടെ വാങ്ങിക്കാൻ പറ്റും. അതിപ്പോൾ ഞാൻ വിളിച്ച സംഘടനകളുടെ യോഗത്തിൽ അവർ സമ്മതിച്ചിട്ടുണ്ട്. ഈ ഉത്തരവിൽ, സർക്കാരിന്റെ ഉത്തരവിൽ പറയുന്നു, സർക്കാരും തൊഴിലാളികളുടെ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ അന്ന് ഉരുത്തിരിഞ്ഞ നോട്ടിഫിക്കേഷൻ പറയുന്ന പൈസ മാത്രമേ അല്ല വെക്കാൻ ഇനി വെച്ചേ പറ്റൂ. ഇനിയിപ്പോ വയ്ക്കണം. അല്ല, മറ്റേ വരികളാണ് അവരെ അലട്ടുന്ന പ്രശ്നം. കാരണം വെച്ചാൽ നിങ്ങൾ മീറ്റർ ഇട്ടില്ലെങ്കിൽ പൈസ തരണ്ടെന്നുള്ള ആശയമുണ്ടല്ലോ. ഇതിപ്പോ ഞാനതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഒരു വ്യക്തി അത് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം. ഞാനില്ല. ഈ ഒരു തീരുമാനം വന്നു മുമ്പ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു പരിഷ്കാരം കൊണ്ടുവന്നു. അതൊന്നും പുറകോട്ടില്ല. ഞാൻ ചോദിക്കുന്ന ഈ തൊഴിലാളി സംഘടനകളുടെ ഈ പ്രതിഷേധത്തിന് മുന്നിൽ വകുപ്പ് മുട്ടുമടക്കുകയാണ്. ഇല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഡ്രൈവേഴ്സ് ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ ഒരുപാട് പ്രയാസം നേരിടുന്നവരാണ്. അവരും സമൂഹത്തിന്റെ ഭാഗമാണ്. പക്ഷെ അതിന്റെ പേരിൽ വഴക്കാവും. കാരണം ഈ ഒരു ഉത്തരവ് വന്നതോടുകൂടി അതിന്റെ പേരിൽ തമ്മിലടിയായി എല്ലാവരും വളഞ്ഞു വെച്ച് യാത്രക്കാരനുമായിട്ട് വഴക്കാവുന്നു. ഇതൊക്കെ ഒരു പോലീസൊക്കെ ഇടപെടുന്ന ഒരു ഇഷ്യൂയിലേക്ക് പോകുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് മാറ്റിവെച്ചത്. പക്ഷേ താരിഫ് പ്രദർശിപ്പിച്ചേ പറ്റുള്ളൂ. ആ താരിഫ് അനുസരിച്ചേ വാങ്ങാൻ പറ്റുള്ളൂ. മീറ്റർ ഇടണം എന്നുള്ളത് വേറെ കാര്യം. മീറ്റർ ഇട്ടേ പറ്റൂ. അതൊക്കെ ഇടണം. മീറ്റർ ഇടുകയും ഈ താരിഫിൽ പറയുന്ന പോലുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ നിന്ന് പുറമോട്ട് പോയി എന്ന് പറയരുത്. അവർക്കത് ഒരുക്കാനൊരു സമയം കൊടുത്തു എന്നുള്ളതല്ലാതെ നമ്മളെല്ലാം നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഡ്രൈവിംഗ് ടെസ്റ്റുകളെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നടക്കും. ഒരു പ്രശ്നമില്ല. ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ കാര്യത്തിൽ പൊട്ട ലൈസൻസ് കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ അട്ടിമറിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ ശ്രമിച്ചു. കർശനമായ നടപടി എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അന്വേഷണ റിപ്പോർട്ട് വളരെ മോശമാണ് അയാൾക്കെതിരായിട്ടുള്ളത്. അതിന്റെ നടപടിയെടുക്കും. കാരണം വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. മോട്ടോർ വെഹിക്കിളിലെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കരുത് എന്ന് നിർദ്ദേശം കൊടുത്തു. അതിന്റെ എല്ലാ തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ തെറ്റായ നടപടി, തെറ്റായ കീഴ്വഴക്കങ്ങളാണ്. നിയമസഭയിൽ ഞാനത് സൂചിപ്പിച്ചു. അതൊക്കെ തെറ്റായ കീഴ്വഴക്കങ്ങളാണ്. അങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ നടപടി ഉണ്ടാവും. കാരണം അവരെ ചെയ്യാൻ പാടില്ല. കാരണം അവർ നിഷ്പക്ഷമായിട്ട് പരിശോധിച്ചു. KSRTCയിലെ ഡ്രൈവിംഗ് പഠിക്കാൻ വന്ന് 9 പേരെ ഒരു ദിവസം തോപ്പിച്ചു. ഇയാള് പ്രൈവറ്റ് സ്കൂളുകാരെ ഉദാരമായി ജയിപ്പിച്ചു. ഇത് വ്യക്തമായ എവിഡൻസ് ഉണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള വീരന്മാർ ഇതിനകത്തുണ്ട്. ഈ സമരം മോട്ടോർ വെഹിക്കിളിലെ ഉദ്യോഗസ്ഥന്മാർ കത്തിച്ചു കൊടുത്താണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടല്ലോ. അന്നുണ്ട് ഇന്നുണ്ട്. അത് അവരെയൊക്കെ എനിക്കറിയാം. അത് നടക്കത്തില്ല. ഈ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യത്തിൽ തമിഴ്നാട് മിനിസ്റ്റർ നമ്മുടെ ലൈസൻസ് സംവിധാനത്തെ അഭിനന്ദിച്ചു. കാരണം നമ്മളാണ് ഏറ്റവും 40-50 പരമാവധി 50-52% ലൈസൻസ് ജയിക്കുന്നുള്ളൊരു ദിവസം.
കാരണം അങ്ങനെ മതി, നല്ല ലൈസൻസ് കൊണ്ട് വണ്ടി ഓടിച്ചാൽ മതി എന്നുള്ളതാണ്. അവർ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചു. ആ കോടതിയോട് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നിയമപരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നിയമവിരുദ്ധമായി ലൈസൻസിൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ലൈസൻസ് പറ്റൂ. റിവേഴ്സ് പാർക്കിംഗ് ഇപ്പോൾ നമ്മൾ ചുമ്മാ യൂട്യൂബിൽ കയറുന്നു, നമ്മൾ നാട് മാറിക്കഴിഞ്ഞു. എന്താണ് റിവേഴ്സ് പാർക്കിംഗ്, എങ്ങനെയാണ് സൈഡ് പാർക്കിംഗ്, ഇതെല്ലാം ഇതിനകത്തുള്ളതാണ്. ആ ഒരു ഡിസൈനിലേക്ക് തന്നെ പോകും. ഇപ്പം 4-5 സ്ഥലങ്ങളിൽ നിന്നും ആധുനിക ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാൻ വേണ്ടി അപേക്ഷ കിട്ടിയിട്ടുണ്ട്. അവർക്കെല്ലാം ഈ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡിസൈനിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുള്ളൂ. എച്ചൊക്കെ അങ്ങ് പോകും, അത് മാറ്റമൊന്നുമില്ല. ഒരു സമയം വേണമെന്നേ പറഞ്ഞുള്ളൂ. അതിന് കാലാവധി നിശ്ചയിച്ചിട്ടില്ല നിലവിൽ. നമുക്ക് കാലാവധിയൊക്കെ പോരും, അത് കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ തെളിയിച്ചിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും മനസ്സിലാണ്. ഡ്രൈവിംഗ് സ്കൂളുകാരെ സമരമൊക്കെ കവർ ചെയ്തവരാണ് നിങ്ങൾ. കുഴി ഒഴിച്ച് കിടന്നു, കഞ്ഞി വെച്ചു, ഇതെല്ലാം ചെയ്തു. അവർ പറഞ്ഞ് ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റിയിട്ട് വന്നാണ്. തെറ്റായ കാര്യമാണ്. KSRTCയുടെ CMD ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം ദിവസങ്ങൾ കൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾ സെറ്റ് ചെയ്തു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡ്രൈവിംഗ് സ്കൂളുകളായി KSRTC ഡ്രൈവിംഗ് സ്കൂളുകൾ മാറി. എല്ലാ MLA-മാരും പറയുന്നു ഞങ്ങളുടെ മണ്ഡലത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി തരണമെന്ന് ആവശ്യപ്പെടുകയാണ്. അത്ര ഡിമാൻഡുണ്ട് ജനങ്ങളിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും. ആ ഡ്രൈവിംഗ് സ്കൂള് 6 മാസം കൊണ്ട് ലക്ഷങ്ങളുടെ ലാഭമാണ്. ഞങ്ങളുടെ ഫുൾ സിംഗ് ഡ്രൈവിംഗ് സ്കൂൾ ഓടി തുടങ്ങിയിരിക്കുകയാണ്. ഇത് ഒരു 6 മാസങ്ങളിൽ ഒരു 2 കോടി രൂപയ്ക്ക് മുകളിൽ KSRTC ഡ്രൈവിംഗ് സ്കൂളുകൾ ലാഭം ഉണ്ടാകും. ഇതുവരെയുള്ള കണക്കനുസരിച്ച് KSRTC ഡ്രൈവിംഗ് സ്കൂൾ തിരുവനന്തപുരത്ത് മാത്രമാണ് ഫുൾ സിംഗിൽ അന്ന് തുടങ്ങിയത്. ഇപ്പോൾ എല്ലായിടത്തും തുടങ്ങി. കാട്ടാക്കട എല്ലാ സ്ഥലത്തും വന്നുകൊണ്ടിരിക്കുന്നത്. ചാത്തന്നൂരെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ ചില സ്ഥലങ്ങളിൽ ഹെവി മാത്രമായിരുന്നു ഞങ്ങൾക്കുള്ളത്. ഞങ്ങളിപ്പോൾ വണ്ടി എല്ലാം കൊടുത്തു ഫുൾ സിംഗിൽ തുടങ്ങിയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിൽ തിരുവനന്തപുരത്തെയും ചില സ്ഥലങ്ങളിൽ ഹെവി ലൈസൻസ്, മെയിനായിട്ട് തിരുവനന്തപുരം ഒന്ന് കൂട്ടിയാൽ മതി. 6 മാസത്തെ ലാഭം എന്ന് പറയുന്നത് 38 ലക്ഷം രൂപയാണ് KSRTCയുടെ ലാഭം, ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നുള്ള ലാഭം. അപ്പോൾ വളരെ ദരിദ്രരായിട്ടുള്ള, വളരെ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് ഡ്രൈവിംഗ് സ്കൂളുകാരെന്ന് മനസ്സിലായി. KSRTCക്ക് പുതിയ കാറ്, പുതിയ സ്കൂട്ടർ, പുതിയ ബൈക്ക്, 6 ലക്ഷം രൂപയ്ക്ക് മേളിൽ വിലയുള്ള സിമുലേറ്റർ, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. തിയറി ക്ലാസ്, എല്ലാ എഞ്ചിന്റെ എല്ലാ പാർട്ടുകളെ കുറിച്ച് പരിശീലനം, ഇതെല്ലാം കൊടുത്തുകൊണ്ട് KSRTC ജീവനക്കാർക്ക് കൊടുക്കേണ്ട ശമ്പളവും കൊടുത്തുകൊണ്ട് ഏതാണ്ട് 38 ലക്ഷം രൂപ ലാഭം. ഇത് നമുക്കൊരു ടൈം ബോണ്ടുണ്ടോ? എത്ര ദിവസത്തിനുള്ളിൽ എത്ര KSRTC ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങും കേരളത്തിൽ? ഇപ്പൊ നമ്മൾ എത്ര തുടങ്ങിയല്ലോ? ഓൾമോസ്റ്റ് 15 തുടങ്ങി സർ. 11 തുടങ്ങാനായിരുന്നു പരിപാടി. ഇപ്പൊ നമ്മൾ 15 തുടങ്ങി. 15 MLA-മാരെയും ഡിമാൻഡ് വെച്ചുകൊണ്ട് 15. എല്ലാ MLA-മാരും അവരുടെ സൗകര്യം ഉപയോഗിച്ച്, അവരുടെ പണം ഉപയോഗിച്ച്, MLA ഫണ്ട് ഉപയോഗിച്ച് ഒക്കെ സൗകര്യങ്ങൾ ചെയ്തിരുന്നുണ്ട്. 21 ഇന്ന് നമ്മൾ 21 നമ്മൾ ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാവും. പിന്നെ കുറച്ച് വണ്ടികളെല്ലാം വന്നിട്ട് സ്കൂട്ടർ കുറച്ച് വരാൻ, സ്കൂട്ടറും ബൈക്കും വരാൻ, മൊത്തം 21 ഉണ്ടാവും. കൂടുതൽ സൗകര്യങ്ങൾ MLA-മാരെ ഒരുക്കി തന്നാൽ ഗ്രൗണ്ടുള്ള സ്ഥലം, നമ്മൾ സ്ഥലം വേണം. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇപ്പം കാട്ടാക്കട വന്നു, കൂടെ കാട്ടാക്കട അഡീഷണൽ ആയിട്ട് വന്നാണ്. ചാത്തന്നൂർ വന്നു, കിളിമാനൂർ തിരുവനന്തപുരം, ചടയമംഗലം തുടങ്ങി, അങ്ങനെ പൂവാറ് തുടങ്ങി, പിന്നെ പയ്യന്നൂർ തുടങ്ങി, ഇവിടെ പിന്നെ വിതുര തുടങ്ങി. നേരത്തെ ആദ്യം തന്നെ തുടങ്ങി. KSRTC 1-ാം തീയതി ശമ്പളം കൊടുത്തു, ചരിത്രമായി. ഇനി അടുത്ത മാസം മുതൽ അങ്ങനെ തന്നെ ആവും. അതിനൊന്നും ഒരു ആശങ്ക വേണ്ട. 1-ാം തീയതി കൊടുത്തില്ല. ഈ 1-ാം തീയതി ഒരു ദിവസം കൊടുത്ത് 10 പേര് വരാൻ വേണ്ടി ചെയ്താലല്ലോ. KSRTC ജീവനക്കാർക്ക് 1-ാം തീയതി കൊടുക്കണം, ശമ്പളം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ ഒരു വലിയൊരു തീരുമാനവും ആഗ്രഹമായിരുന്നു. അദ്ദേഹം അതിനുള്ള എല്ലാ പിന്തുണയും നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെല്ലാവരും പ്രവർത്തിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ 1-ാം തീയതി നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും പറഞ്ഞ് 1-ാം തീയതി അവധിയാണ്, ഗണേഷ് കുമാർ 1-ാം തീയതി കൊടുക്കുന്നതെന്ന് കാണട്ടെ. പക്ഷെ 1-ാം തീയതി അവധിയിലും കൊടുത്തു എന്നുള്ളതാണ് ഞങ്ങളെ അഭിനന്ദിക്കേണ്ട കാര്യത്തിലാണ്. അവധിയിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തുറന്നു വെച്ച് ഞങ്ങൾ കൊടുത്തു എന്നുള്ളതാണ്. ജീവനക്കാരുടെ ആനുകൂല്യങ്ങളൊന്നും ഒരു വിട്ടുവീഴ്ചയും വരുത്തില്ല. വർദ്ധിപ്പിക്കാനൊന്നും ഇപ്പോൾ പറ്റത്തില്ല. കിട്ടാനുള്ളതൊക്കെ കുറച്ച് സെറ്റിൽ ചെയ്യാനൊരു സമയം തരണം. അല്ലാതെ ഇത് എടുത്ത് എൻ്റെ പോക്കറ്റിൽ നിന്ന് കുടഞ്ഞിട്ട് കൊടുക്കുന്നതെന്നോ, ഞങ്ങളാരും അങ്ങനെ പൈസ കരുതി വെച്ചിട്ടില്ല. ധനകാര്യ വകുപ്പ് ഒരുപാട് സഹായിക്കുന്നുണ്ട്, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സഹായമുണ്ട്. ഇതിനെ ഒന്ന് എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞു, നിങ്ങളെല്ലാം തന്നെ സപ്പോർട്ട് തരുന്നുണ്ട്. ജനങ്ങളോടും ഞാൻ പറയണം, ഇതിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ, ഇതിനെ ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കാൻ ജീവനക്കാരും ജനങ്ങളും യാത്രക്കാരും എന്നോട് ഒന്ന് സഹകരിക്കാമെങ്കിൽ ഇതൊരു 3-4 മാസത്തിനുള്ളിൽ നല്ല സെറ്റപ്പിലാണ്. ഉറപ്പാ. ഒരു നീതികേടും കാണിക്കത്തില്ല, ഒരു ജീവനക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല, നാട്ടുകാർക്കും ബുദ്ധിമുട്ടായി. ഇതൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ ഒരു 3-4 മാസം. ഞാൻ ലാഭത്തിലാകുമെന്നും ഇത് അടിച്ചു കയറൊന്നും പറയുന്നില്ല. ഇതൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് ഇതിനൊന്ന് സിസ്റ്റമാറ്റിക് ആക്കിയാൽ പിന്നെ ഇത് ഓടിക്കോളും. പുതിയ ബസ്സുകൾ വരും. പുതിയ ബസ് ഏപ്രിൽ അവസാനത്തോടെ പുതിയ ബസ് വന്നു തുടങ്ങും. അതിൽ ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള ബസ് വരും. നിങ്ങൾ നോക്കേണ്ട, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഏറ്റവും അത്യന്താധുനിക സൗകര്യമുള്ള സ്ലീപ്പർ ബസ്സുകളായിരിക്കും തിരുവനന്തപുരത്ത് നിന്ന് മറ്റ് പ്രദേശങ്ങൾ ബാംഗ്ലൂരേക്ക് പോകുന്നത്. ഏറ്റവും ലൈലൻഡിന്റെ വണ്ടി വരുന്നുണ്ട്, വോൾവോയുടെ വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു ബിസിനസ് ക്ലാസ്, എമിറേറ്റ്സ് ബിസിനസ് ക്ലാസ്സിൽ കിട്ടുന്ന സൗകര്യം, ഏതാണ്ട് അതിനൊക്കെ സൗകര്യമുള്ള ബസ്സുകൾ വാങ്ങും.
പിന്നെ ചെറിയ ബസ്സുകൾ നാട്ടിൻ പുറത്തേക്ക് ഓടാനുള്ള ചെറിയ ബസ് വാങ്ങുന്നുണ്ട്, ഫാസ്റ്റുകൾ വാങ്ങുന്നു, സൂപ്പർ ഫാസ്റ്റ്. അല്ല, KSRTC ആണ്. സ്വിഫ്റ്റിനും വാങ്ങുന്നുണ്ട്, KSRTC രണ്ടുപേർക്കും വാങ്ങും. മിനിസ്റ്റർ ഇപ്പോൾ ഉള്ള ഇപ്പൊ ഞാൻ അത് മാറിയല്ലോ, സ്വിഫ്റ്റിന്റെ KSRTC ഡ്രൈവർമാർക്ക് സ്വിഫ്റ്റ് വാങ്ങിച്ച വണ്ടി ഓടിക്കുന്നത്. സ്വിഫ്റ്റിന്റെ നമ്മൾ വിജയകരമായി മാറിയ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം വണ്ടി, ആ വണ്ടി ഓടിക്കുന്ന KSRTC ഡ്രൈവർമാരാണ്. ആക്സിഡന്റ് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഈ മദ്യപാനം പിടിക്കാൻ തുടങ്ങിയ ശേഷം ആക്സിഡന്റ് ഡെത്ത് തന്നെ 38% വരെ കുറഞ്ഞു. വളരെ കുറവ് ആക്സിഡന്റിൽ വളരെ. പിന്നെ കരുതിക്കൂട്ടികളെ ഇടിക്കുന്ന ആരും ഒരു നടപടി ഒരു ഇതിന്റെ പുറത്താകും. റെക്ലെസ് ഡ്രൈവിംഗ് പറ്റത്തില്ല. നിങ്ങൾക്ക് തന്നെ ഇപ്പം വീഡിയോ ഒരു നമ്പർ വെച്ചിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ആ വണ്ടി ഓടിക്കുന്ന ആളുടെ മോശം പ്രവൃത്തി വീഡിയോയിൽ പകർത്തി അയച്ചാൽ ഇത് KSRTC മാത്രമല്ല പ്രൈവറ്റ് ബസ്സുകളിലേക്കും ബാധിപ്പിക്കാം. പ്രൈവറ്റ് ബസ്സിലേക്ക് നമ്മൾ പ്രൈവറ്റ് ഒട്ടിക്കാൻ ഇനി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒട്ടിക്കാതെ കൊടുക്കില്ല. ഈ നമ്പറല്ല, ഉടമസ്ഥന്റെ നമ്പർ, ആ സ്ഥലത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ARTOയുടെ നമ്പരും ഉൾപ്പെടുന്ന ഒരു സ്റ്റിക്കർ എല്ലാ പ്രൈവറ്റ് ബസ്സിലും ഓടിക്കാൻ നിർദ്ദേശിക്കുന്നത്. ഈ വണ്ടി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഒട്ടിക്കാതെ ടെസ്റ്റ് ചെയ്യില്ല, തുടങ്ങി കഴിഞ്ഞു, ഒട്ടിച്ചു തുടങ്ങി കഴിഞ്ഞു. ഇനി അല്ലാതെ ടെസ്റ്റ് ചെയ്യില്ല വണ്ടി, എല്ലാ വണ്ടിയിലും ബാധിക്കും. അതുപോലെ പ്രൈവറ്റ് ബസ്സിനകത്തും ക്യാമറ വയ്ക്കണം. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവാണ്. സ്കൂൾ ബസ്സിൽ വയ്ക്കണം. KSRTC ബസ്സുകളെല്ലാം വയ്ക്കാനുള്ള ടെൻഡർ വിളിച്ചു കഴിഞ്ഞു, നടപടിയായി കഴിഞ്ഞു. കാരണം ക്യാമറ വേണം, എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്നറിയാം. കഴിഞ്ഞ ദിവസം കുമളിയിൽ ഒരു ആക്സിഡന്റ് നമ്മളെല്ലാം കണ്ടു, വളരെ ദുഃഖകരമായ ആക്സിഡന്റ് ആണ്. ഒരു സാധു മനുഷ്യൻ നടന്നു പോകുന്നു, എവിടുന്നോ ഒരു വണ്ടി ബസ് പ്രത്യക്ഷപ്പെടുകയാണ്. ആ ഡ്രൈവറുടെയൊക്കെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഇനി ഇന്ത്യയിൽ അയാൾ വണ്ടി ഓടിക്കാൻ പാടില്ല. അതാണ് നിലപാട്. അയാൾ ഇനി ഇന്ത്യയിൽ വണ്ടി ഓടിക്കാൻ പാടില്ല. കാരണം അതെന്ത് വരവാണ്, അതെന്ത് മനഃപൂർവ്വമായി വരില്ല വരുന്നത്. അങ്ങനെയൊക്കെ ഒരു വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. വണ്ടിക്ക് സ്പീഡുണ്ട്, ആക്സിഡന്റ് ഉണ്ട്, അങ്ങനെ വണ്ടി ഓടിക്കും. അത് ഈ ഡ്രൈവിങ്ങിന്റെ പ്രശ്നം അറിയാം. നമ്മളെല്ലാവരും അത് സ്ത്രീകൾ ദയവ് ചെയ്ത് ഞാൻ പറയാണ്, ഡ്രൈവിംഗ് പഠിച്ചു പോകുന്ന സ്കൂട്ടറിൽ പോകുന്ന യാത്രക്കാർ വലത്തേറ്റം ചേർന്ന് പോകരുത്. ദയവ് ചെയ്ത് ഇടത്തേറ്റം ചേർന്ന് പോകും. എല്ലാ വണ്ടിയും ഇടത്തേറ്റം. ഒരു സ്കൂട്ടർ, ഒരു കാർ പോകാനുള്ള, ഒരു ബസ് പോകാനുള്ള സ്ഥലം സ്കൂട്ടർ എടുക്കുകയാണ് റോഡിൽ. ഇപ്പൊ കൊച്ചിയിൽ തന്നെ നമ്മൾ പോയി നോക്കാം, ലൈൻ ട്രാഫിക്കാണ്, 2 ലൈനായിട്ട് പോകാം മെട്രോയുടെ താഴെ. അതിൽ സ്കൂട്ടറുകാർ വലത്തേറ്റത്തോടെ അങ്ങ് പിടിപ്പിക്കുക. അതായത് 5 കിലോമീറ്ററിനപ്പുറത്ത് എനിക്കൊരു യൂ ടേൺ എടുക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് ഞാൻ വലത്തേറ്റത്തോടെ പോവുക. അല്ല, എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ. എല്ലാ രാജ്യങ്ങളിലും ഹൈവേയിലേക്ക് സ്കൂട്ടറുകാർ കയറാൻ പറ്റത്തില്ല. ഒരു രാജ്യത്തും വളരെ അപൂർവം രാജ്യങ്ങളിലും. അല്ല, അത് നമ്മൾ തീരുമാനിക്കേണ്ടതല്ല, അത് സെൻട്രൽ ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവരും. സർവീസ് റോഡ് വരുന്നതോടെ പിന്നെ സർവീസ് റോഡിൽ ഈ മെയിൻ റോഡിൽ നമ്മളൊന്ന് എടുക്കാം, ഹൈവേയിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ സ്കൂട്ടറുകാർ സർവീസ് റോഡിൽ പോകേണ്ടാതെ ഇതിനകത്ത് കയറിയിട്ട് റോങ് സൈഡിലേക്ക് കയറി വന്നിട്ടാണ് മരണങ്ങളിൽ കൂടുതലും. അതായത് അവിടെ പോയി ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് യൂ ടേൺ എടുക്കാൻ മടിച്ചിട്ട് റോങ് സൈഡിൽ കയറി വരുമ്പോഴേക്കാണ് ഇടി നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പരിഹരിക്കണം. ഈ സ്കൂൾ ബസ്സുകളിൽ ക്യാമറ സ്ഥാപിച്ച് ടെസ്റ്റിംഗ് പൂർത്തിയാക്കുന്നതിന് ഈ ഏപ്രിൽ അവസാനമാണ് നിയമസഭയിൽ മിനിസ്റ്റർ പറഞ്ഞു. ജൂൺ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ്. ഇനി എല്ലാ വണ്ടിയിലും ഒരു 2 കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നിടത്ത് ചില കുഴപ്പം പറ്റുന്നു. ഈ ഡോറിൽ നിന്ന് ഇറങ്ങുന്നതിന് വണ്ടി എടുക്കുക. അതുകൊണ്ട് അകത്തേക്കുള്ള ഒരു വിഷൻ ഡ്രൈവറെയും കൂടി കാണത്തക്ക രീതിയിൽ. പിന്നെ ഈ ഡോർ അടയ്ക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പരിക്ക് പറ്റുക, അതൊക്കെ മാർക്കറ്റിൽ, അതൊക്കെ അവരെല്ലാം വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റുമല്ലോ. ഇനി ഈ വർഷം ടെസ്റ്റ് ഇല്ല, ജനറൽ ടെസ്റ്റ് ഉണ്ടല്ലോ ജൂൺ മാസം എല്ലാ വണ്ടിയും. അപ്പൊ അതിന് കയറ്റുമ്പോൾ എല്ലാവരും പിടിപ്പിക്കും. ആ മന്ത്രിക്കും വരും, മന്ത്രി സ്കൂളിന്റെ മാനേജറാണ്. അപ്പൊ മന്ത്രിക്ക് 5-6 ബസ്സുണ്ട് പല സ്കൂളുകളിലായി, 2-3 സ്കൂള്. അപ്പൊ മന്ത്രിക്ക് ഇത് ബാധകമാണ്, അതുകൊണ്ട് ഒരു പ്രശ്നമില്ലല്ലോ. ഞാൻ പൈസ ചെലവാക്കി വയ്ക്കാൻ തയ്യാറാണ്, കുഴപ്പമില്ല. അത് കുഞ്ഞുങ്ങളെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം കണ്ണൂരിൽ നടന്നൊരു അപകടം, അതിലും വണ്ടി മറിഞ്ഞൊരു കുഞ്ഞ് മരിച്ചു. നമ്മളിതൊക്കെ മറവിയിലേക്ക് പോകരുത്. ഞാനങ്ങനെ മറക്കുന്ന ഒരാളല്ല, മറവിയിലേക്ക് പോകരുത്. ആ കുഞ്ഞിന്റെ മരണത്തിന്റെ കാരണമാകുന്നത് ഡ്രൈവർ മൊബൈൽ എടുത്തു എന്നാണ് പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും കണ്ടുപിടിച്ചത്. അതാണോ എന്ന് നമുക്കിപ്പോഴും പറയാൻ പറ്റത്തില്ല. അയാൾ പ്രൊഫൈൽ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്, ഏത് വണ്ടി ഓടിച്ചുകൊണ്ട്. ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടവർക്ക് അത് ഓർമ്മയാണ്, സങ്കടവും കാണുന്നത്. നമ്മളിതെല്ലാം വാർത്ത കാണും, കേൾക്കും, പറയും, അങ്ങ് മറക്കും. പുതിയൊരു വിഷയത്തിലേക്ക് നമ്മൾ പോകും. പക്ഷെ ഞാനത് മറക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് സ്കൂൾ ബസ്സുകളിലും ഏർപ്പെടുന്നത്. തിരുവനന്തപുരത്ത് നടന്നല്ലോ, കുട്ടി മുന്നോട്ട് നടന്ന് കുഞ്ഞിന്റെ പുറത്ത് വെച്ച് അഞ്ചലുണ്ടായിരുന്നില്ല. കുഞ്ഞിന്റെ പുറത്ത് വണ്ടി മൂവ് ചെയ്യുമ്പോൾ കുഞ്ഞ് മുമ്പിൽ ക്യാമറ വയ്ക്കില്ല, മുമ്പിലേക്ക് കുഞ്ഞ് ക്രോസ് ചെയ്യണം, അതിനെ കാണാതെ വണ്ടി എടുക്കും. അതൊക്കെ വളരെ ഒന്നാമതല്ല, നമ്മളൊരു ജനങ്ങളും ഒരു കാര്യം എന്താ, നമ്മൾ വണ്ടി ഓടിക്കുന്നവരും നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ആരോ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് കണ്ടാൽ നമ്മൾ അതിലൊരു മാന്യത കാണിക്കും. അതുകൊണ്ടാണ് ഇതൊക്കെ വാച്ച് ചെയ്യണം എന്ന് പറയുന്നത്. കാരണം സ്കൂളിലെ ഡ്രൈവർമാർ ഓടിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ഏത് രാജ്യത്തും ഈ കുഞ്ഞുങ്ങളെ പോകുന്ന വണ്ടി, ഈ മഞ്ഞ കളർ വണ്ടി അടിക്കുന്നില്ല. മഞ്ഞ കളർ വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മഞ്ഞ കളർ വണ്ടികളെ അങ്ങനെ മറികടന്ന് പോകാൻ പറ്റത്തില്ല. അതിന്റെ പുറകെ നിർത്തിക്കൊണ്ടെന്നാണ്, എത്ര തിരക്കുള്ള ആളാണെങ്കിലും. സ്കൂൾ ബസ് നിർത്തി ഒരു കുഞ്ഞിനെ ഇറക്കുന്ന സമയത്ത് അതിന്റെ പുറകിൽ നിർത്താനേ പാടില്ല, അതിന്റെ സൈഡിൽ കൂടെ പാഞ്ഞ് പോകാനും പാടില്ല. കുഞ്ഞിനെ ഇറക്കി റോഡ് ക്രോസ് ചെയ്തതിനു ശേഷം അവർ വണ്ടി എടുക്കും.
അവിടെയൊക്കെ സ്കൂൾ ബസ്സിന്റെ സൈഡിൽ ഒരു ആരോ പുറത്തേക്ക് വരും, സ്റ്റോപ്പ് എന്നൊരു ബോർഡ് പുറത്തേക്ക്. അതിന്റെ അർത്ഥം അവിടെ വണ്ടി നിർത്തിയിരിക്കുകയാണ്, കുഞ്ഞിനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് ഈ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തോണം, അതിനെ ഓവർടേക്ക് ചെയ്ത് പോകാൻ പാടില്ല. കുഞ്ഞ് ചിലപ്പോൾ ലെഫ്റ്റിലേക്കായിരിക്കും ക്രോസ് ചെയ്യുന്നത്, ചിലപ്പോൾ റൈറ്റിലേക്കായിരിക്കും ക്രോസ് ചെയ്യുന്നത്. ആ കുഞ്ഞിനെ ക്രോസ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഡ്രൈവർ വണ്ടി ഡോർ അടച്ച് വണ്ടി എടുക്കാൻ നേരം മാത്രമേ ഈ സ്റ്റോപ്പ് ബോർഡ് ഒന്ന് ഫോൾഡ് ചെയ്ത് പോകും സൈഡിലേക്ക്. അത് നോക്കിയിട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല. ആംബുലൻസിന് സൈഡ് കൊടുക്കാതെ പോവുക, നമ്മളല്ലാതെ ആരാന്നൊക്കെ ഈ ഇത്ര വീരകൃത്യങ്ങളൊക്കെ ചെയ്യുന്നത്. ദുബായ് ലൈസൻസിനകത്ത് എഴുതിയിട്ടുണ്ട്, ആംബുലൻസിന്റെ ലൈസൻസ് സൈഡ് കൊടുത്തില്ലെങ്കിൽ റദ്ദാക്കുമെന്ന് എഴുതി. അതിനകത്ത് എഴുതിയിട്ടുണ്ട് റദ്ദാക്കും. പല രാജ്യങ്ങളും അങ്ങനെയാണ്. നമ്മളതുകൊണ്ട് അതൊക്കെ പാലിക്കണം. ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കണം. ഡ്രൈവിംഗ് ലൈസൻസിനകത്ത് ചോദിച്ചാൽ നന്നായി, ഒരു വിട്ടുവീഴ്ചയില്ല. അങ്ങനെ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി. പിന്നെ എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളുടെയും വണ്ടിക്ക് നമ്പർ ഇടാൻ തീരുമാനിച്ചു. കാരണം ആരുടെങ്കിലുമൊക്കെ വണ്ടി ഇത് വേറെ ഞാനൊരു ലൈസൻസ് എടുക്കാം ഡ്രൈവിംഗ് സ്കൂളിൽ. എന്നിട്ട് ഞാൻ ഈ മറിച്ച് കച്ചവടം എന്ന് പറയും, അതായത് എൻ്റെ പേര് വയ്ക്കാം, എൻ്റെ ലൈസൻസ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പേര് വെച്ചിട്ട് നിങ്ങൾക്ക് കാർ വാടകയ്ക്ക് എടുത്ത് ഓടിക്കാം, ദിവസം എനിക്ക് തൊഴിൽ വരണം. അവിടെ പഠിപ്പിക്കാം, അവിടെ എല്ലാം പഠിപ്പിക്കാം. ഇതിന് ബ്രാഞ്ചില്ല നിയമത്തിൽ. അപ്പം ഞാനൊരു ലൈസൻസ് എടുത്തിട്ട് അവിടെ 2 പേരുണ്ട്, അവർക്കൊരു നിങ്ങൾ ഏതെങ്കിലും വണ്ടി എടുത്തോ പഠിപ്പിച്ചോ, നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ പിടിച്ചു, കൊട്ടാരക്കരയിലൊക്കെ പിടിച്ചോ എല്ലാത്തിനും. അതുകൊണ്ട് എല്ലാത്തിനും നമ്പർ ഇടാൻ തീരുമാനിച്ചു. ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ 4 വണ്ടി ഉണ്ടെങ്കിൽ 4 വണ്ടിക്ക് നമ്പർ അത് അവിടെ വരയ്ക്കണം വണ്ടിയുടെ പുറത്ത്. അല്ലാതെ എടുത്താൽ ആ വണ്ടികളൊക്കെ പിടിച്ചെടുത്തോണ്ട് പോകും. ആർക്കും ഇപ്പം ഞാൻ ഈ കട വാടകയ്ക്ക് കൊടുക്കില്ല. നമ്മൾ ഇന്ന് ഒരു കട നീ നടത്തിക്കുമെന്ന് പറയുന്ന പോലെ ഇതങ്ങനെ നടത്താൻ പറ്റുന്ന സാധനമല്ല. അപ്പൊ ഈ മുമ്പ് നമ്മൾ തീരുമാനിച്ചതും നിശ്ചയിച്ചതും ഈ ഡിസൈൻ മുഴുവൻ നടപ്പാക്കിയിരിക്കും, ഒരു മാറ്റമില്ല. ജനാധിപത്യമായിട്ട് ഇച്ചിരി സമയം കൊടുക്കും, പക്ഷെ നിയമമാണ് നടപ്പിലാക്കിയത്. നിയമം നടപ്പിലാക്കുന്നതിൽ ജനാധിപത്യമൊന്നുമില്ല. നിയമം നടപ്പിലാക്കേണ്ടത് നമ്മളെ ചുമതലയാണ്, മന്ത്രി എന്നുള്ള നിലയിൽ ഉദ്യോഗസ്ഥരുടെ ചുമതല. അപ്പോൾ നമ്മൾ അതിനൊരു സമയമൊക്കെ കൊടുക്കും. എല്ലാത്തിനും ഒരു ഇത് വേണം, കടുംപിടുത്തം പാടില്ല. ഈ KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ വന്നപ്പോൾ അവർക്കും കുറച്ച് ബോധ്യപ്പെട്ടില്ലേ ഇതിന്റെ സ്വീകാര്യത വർദ്ധിച്ചപ്പോൾ? അവർക്ക് ബോധ്യപ്പെട്ടു. കാരണം KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ ചാർജ് കുറവ്, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ചാർജ് കുറവ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ റേറ്റ്. റേറ്റ് കുറച്ച് വെച്ചിട്ട് നമ്മൾ ലാഭം ഉണ്ടാക്കിയെങ്കിൽ അതെല്ലാം 26 കൊല്ലം ഒരു സമരത്തിന്റെ ഒരു കാരണം എന്താണ്? 25 വർഷം കഴിഞ്ഞതാണെങ്കിലും ഞങ്ങളെ തല്ലിപ്പൊളി വണ്ടി ഓടിച്ച് ഡ്രൈവിംഗ് പഠിക്കാൻ പഠിപ്പിക്കണം. പിന്നെ കയ്യിൽ ഗിയറുള്ള ഒരു വണ്ടി ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നില്ല. ആ അതും ഞങ്ങളെ കൊണ്ട് ഓടിപ്പിച്ച് പഠിപ്പിക്കാം. എന്തിനാ കയ്യിൽ ഗിയറുള്ള വണ്ടി ഇന്ത്യയിൽ ഉണ്ടാക്കുന്നില്ല, പിന്നെ എന്തിനാണ് പഠിപ്പിക്കുന്നത്? കാലിലല്ലേ ഗിയർ, അതല്ലേ മാറേണ്ടത്. അപ്പൊ ഗിയർ വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഗിയറുള്ള വണ്ടി, എല്ലാ വണ്ടിയും മാനുഫാക്ചർ ചെയ്യുന്ന ഗിയറുള്ള വണ്ടിയെല്ലാം കാലിലാണ് ഗിയർ. അപ്പൊ കാലിൽ ഗിയർ ഇടണമെങ്കിൽ ഇനി വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണം. ഇതൊക്കെയായിരുന്നു ഡിമാൻഡ്. ഇതൊന്നുമില്ല, കാലിൽ ഗിയർ ഇടുന്ന വണ്ടി, ഗിയർ ഇടാത്ത വണ്ടി, കാറ്, ഇതെല്ലാം വെച്ചിട്ട് KSRTC തുടങ്ങി. നല്ല പുതിയ സാധനം വാങ്ങിച്ചാൽ തുടങ്ങി. എല്ലാം പുതിയതാണ്. ലാഭമാണെങ്കിൽ എന്തായിരിക്കും അവരുടെ? ഇവർ ഇത് കൂടാതെ വേറെ ജോലിയും കൂടെ ചെയ്യുന്നു. ഇവർ ഈ പണ്ട് നമ്മൾ ഈ RTO ഓഫീസുകളിൽ കൺസൾട്ടന്റ് എന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഭൂരിപക്ഷം ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകാർ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഈ ബോർഡിൻ്റെയൊക്കെ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് കൺസൾട്ടന്റിന്റെ ജോലി കുറയ്ക്കും. ഈ ഓഫീസിലേക്ക് ഉച്ചയ്ക്ക് ശേഷം കയറണ്ടെന്ന് പറയാൻ കാര്യം, പല ഉദ്യോഗസ്ഥന്മാരും നമ്മൾ മാധ്യമങ്ങളിൽ തന്നെ കണ്ടിട്ടുണ്ട്, ഓഫീസിൽ കയറിയിട്ട് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ ഒരു MBA വരെയാണ്, AME വരെയാണ്. ഇതെല്ലാ കാര്യങ്ങളും ഇദ്ദേഹം ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ആ സമയത്ത് അവിടെ കയറി നിൽക്കുക, അങ്ങനെ കയറാൻ പാടില്ല. അതിലൊന്നും ഒരു മാറ്റം വരുത്തിയില്ല, കയറാൻ പാടില്ല. അതുകൊണ്ടാണ് അടച്ചിടുന്നത്. ഫയൽ കയറി എടുക്കുക, അതൊക്കെ ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പം അതൊന്നും ചെയ്യില്ല. എല്ലാ ഓഫീസിലും ക്യാമറയും വരാൻ പോകണം, ആരും നമുക്ക് കയറാൻ പറ്റില്ല. ഉദ്യോഗസ്ഥരകത്തിരിപ്പുണ്ട്. നിങ്ങൾക്ക് PRO സമീപിക്കാം. പിന്നെ മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ ഇതുപോലെ വിർച്വൽ PRO തന്നെ ഉണ്ട്, അതിനെ സമീപിക്കാം. അല്ല അകത്ത് കയറിയിട്ട് എൻ്റെ ഫയൽ ഞാൻ തുറന്ന് നോക്കും, അതൊന്നും പറ്റില്ല. ഇപ്പം കമ്പ്യൂട്ടറിലാണ് ഫയൽ പലതും. നിങ്ങൾ കണ്ടതാണ് മലപ്പുറത്തൊരു RTO ഓഫീസിലെ ഒരു ഏജന്റ് അകത്ത് കയറിയിരുന്ന് ഉദ്യോഗസ്ഥന്റെ പാസ്വേഡ് ഉപയോഗിച്ച് കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്ന ദൃശ്യം മാധ്യമങ്ങളിൽ കണ്ടാണ് ഞങ്ങൾ അറിയുന്നത്. നടപടിയെടുത്തു. ഇനി അപ്പം നടപടിയെടുത്ത് അയാളെ നടപടിയെടുത്ത് വിട്ടാൽ ഇനി അത് ആവർത്തിക്കാൻ പാടില്ല. നമ്മൾ കതവ് തുറന്നിട്ടാൽ കള്ളം കയറും, കഥ ഒന്ന് പൂട്ടിയിട്ടാൽ ഒന്ന് അടച്ചിട്ടാൽ കള്ളം കയറത്തില്ല. എന്താ പറയുന്നത്? അതുകൊണ്ട് ഇച്ചിരി അടച്ചിടും. അതുകൊണ്ട് അടച്ചിട്ടത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിന്റെ കഥവ് തുറന്നു കിടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു കള്ളന് കയറാനില്ല. നമ്മൾ അടച്ചിട്ടിട്ട് പറയും നിങ്ങൾ പോലീസായി എന്നെ വീട് കൂട്ടിയിട്ടെന്നാണ് ഒരാൾ പൊളിച്ച് കയറി, അത് അന്വേഷിക്കണം. അല്ല തുറന്നിട്ടേച്ച് പോയി, അത് തുറന്നിടുന്നില്ല. ഇന്ന സ്ഥലങ്ങളിൽ സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അടച്ചിടും. ഇത് ജനങ്ങൾക്ക് പോകാനുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ KSRTC ഡ്രൈവിംഗ് സ്കൂൾ അട്ടിമറിക്കാൻ ശ്രമിച്ചൊരു ഉദ്യോഗസ്ഥന്റെ കാര്യം പറയാം, നടപടി ഉണ്ടാവും? അതുകൊണ്ട് എന്റെ നടപടിയുടെ അവസാന നടപടി ഉണ്ടാവും. രക്ഷിക്കാൻ വേണ്ടി ശുപാർശയും ഉണ്ട്. രണ്ടും നിൽക്കുകയാണ്. ഇത് അങ്ങനെ രക്ഷിക്കാൻ പറ്റും.
ഈ സ്ഥാപിത താല്പര്യമായിരിക്കുമല്ലോ, ഉദ്യോഗസ്ഥന്റെ സ്ഥാപിത താല്പര്യമായിരിക്കും, അല്ലെങ്കിൽ ഇതൊരു സർക്കാരിന്റെ ഒരു പദ്ധതി ഉറപ്പല്ലേ. കാരണം KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കുന്നവരാർക്കും ഒരു പൈസയും കൊടുക്കേണ്ട കാര്യമില്ല, ഒരു ഇടപാടും നടക്കത്തില്ല, സ്ട്രെയിറ്റ് ആണ്. അവർ നല്ല രീതിയിൽ പരിശീലനം നേടിയിട്ടാണ് വരുന്നത്. അത് ഈ ഉദ്യോഗസ്ഥൻ എന്താ ചെയ്യുന്നത്? ഇൻസ്ട്രക്ടർക്ക് നിർദ്ദേശം കൊടുക്കും, നിങ്ങൾ ഇന്ന പ്രൈവറ്റ് സ്കൂളിൽ പോയി പഠിച്ചുകൊണ്ടുവരാണ്. നമ്മുടെ വനിതാ ഇൻസ്ട്രക്ടറോട് നിങ്ങൾ ഇന്ന പ്രൈവറ്റ് സ്കൂളിൽ പോയിട്ട് പഠിച്ചുകൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അങ്ങനെ പറയാമോ? ഒരു യൂണിഫോം ഇട്ട ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ പറയാവുന്ന കാര്യമാണ്. അങ്ങനെ പറയാം. അതൊക്കെ ചില ശീലങ്ങൾ ഇതിനകത്ത് ആളുടെ കയ്യിലുണ്ട്. ഈ അവരോട് തന്നെ ഞാൻ പറയുന്നൊരു കാര്യമാണ്, ആരോടും മര്യാദയായിട്ട് പെരുമാറുക, ആരോടും മര്യാദയായിട്ട് പെരുമാറുന്നില്ല. ഓഫീസിൽ വരുന്ന ആരും ആയിക്കോട്ടെ, ഒരു അത്തരം കാര്യങ്ങളെ ഞാൻ അംഗീകരിക്കുന്നത്. KSRTC ജീവനക്കാരോടും പറഞ്ഞിട്ടുണ്ട്, ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളിന്റെ വലിപ്പ ചെറുപ്പവും സ്ഥാനമാനവും ഒന്നുമല്ല. ഓരോ പാസഞ്ചറും KSRTCക്ക് ദൈവമാണ്. യജമാനൻ എന്ന് പറയുന്നത് KSRTC യാത്രക്കാരാണ്. അവരോട് മാന്യമായിട്ട് തന്നെ പെരുമാറും. അവരോട് മാന്യമായിട്ട് പെരുമാറാത്തവരുടെ പേരിലുള്ള നടപടികളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. പക്ഷേ നല്ലൊരു ശതമാനം KSRTC പറയും, ഒരു 98% യാത്രക്കാരോട് മാന്യമായിട്ട് തന്നെയാണ് ജീവനക്കാർ പെരുമാറുന്നത്. അതിന്റെ ഗുണം KSRTCക്കാണുള്ളത്. അതിന്റെ ഗുണം KSRTC എന്ന് പറയുമ്പോൾ മന്ത്രിയല്ല, ജീവനക്കാർക്കാണ്. കൂടുതൽ യാത്രക്കാരെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പം നമ്മൾ നല്ല ഹോട്ടലിൽ നിർത്തി, അന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, നല്ല ഹോട്ടലിൽ നിർത്തി ഭക്ഷണം കൊടുക്കും. ആദ്യം അതിനൊക്കെ ഞാൻ എന്നൊക്കെ പറഞ്ഞു. ഞാനത് വഴങ്ങാത്തതുകൊണ്ട് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്, നല്ല ടോയ്ലറ്റ് സൗകര്യമുണ്ട്. എന്താണ് നമ്മുടെ നാട്ടിൽ നിങ്ങളെല്ലാം പറയുന്നത് കാര്യം, ബസ് സ്റ്റേഷനിൽ കയറിയാൽ വളരെ മോശമായ ടോയ്ലറ്റാണ്. ആ ടോയ്ലറ്റിൽ സുലഭിനെ ഏൽപ്പിച്ചു. നമുക്ക് സാമ്പത്തികമായിട്ട് വിലവ് കുറവായിരിക്കും. ഒരു സാധാരണ ഒരാൾക്ക് ടെൻഡർ ചെയ്ത് കൊടുക്കുന്നത് അവരത് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് സുലഭം എന്നൊരു കേന്ദ്ര ഏജൻസി, ഒരു സൊസൈറ്റി ഏൽപ്പിച്ചു. അപ്പോൾ ഒരാൾ ബിനാമി വെച്ചിട്ട് കോടതി കേസിന് വിളിക്കും. നല്ല ടോയ്ലറ്റ് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? നല്ല പല ബസ് സ്റ്റേഷനും നമ്പർ ഇട്ട് കിട്ടാറ്, പല പല സാങ്കേതിക കാരണം പറഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. അത് കിട്ടിയാൽ തന്നെ ഒരു KSRTC ഒരു മാസം വാടക ഇനത്തിൽ 2 കോടി രൂപയുടെ വർധനമുണ്ടാവും. 2 കോടി കുറയില്ല. പത്തനംതിട്ട അടക്കം നമ്പർ ഇട്ടാൽ കിടക്കുന്ന സ്ഥലങ്ങൾക്ക് നമ്പർ ഇട്ടാൽ, മുനിസിപ്പാലിറ്റികൾ നമ്പർ ഇട്ടാൽ, പാലക്കാട് അടക്കം നമ്പർ ഇട്ടാൽ KSRTC ഇന്നത്തെ അവസ്ഥ മാറും. വേണ്ട ഏറ്റവും മിനിമം 2 കോടി രൂപ വാടക ഇനം തന്നെ കിട്ടും KSRTC. വർഷങ്ങളായിട്ട് നമ്പർ ഇടാൻ കിടക്കുകയാണ്. പത്തനംതിട്ടയിൽ നമ്പർ ഇടാതായിട്ട് 8 കൊല്ലം കണ്ടായി. അതുപോലെ വേറൊരു വണ്ടി വരുന്നുണ്ട്. നമ്മളൊരു പുതിയ സംവിധാനം KSRTC ഏർപ്പെടുത്തുകയാണ്, ബ്രേക്ക് ഡൗൺ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. റാപ്പിഡ് റിപ്പയർ വെഹിക്കിൾ ഈ ആഴ്ച തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത്. അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, വണ്ടി വന്നിട്ടുണ്ട്. അതിനകത്ത് എല്ലാ പാർട്സ്, ആവശ്യമുള്ള പാർട്സ്, സ്റ്റൂൾസ് എല്ലാം കാണും. ആ വണ്ടി ഒരു ഏരിയയിൽ കിടക്കും. ഒരു 4-5 ഡിപ്പോ കൂടുന്ന ഒരു സ്ഥലത്ത് ഈ വണ്ടി ഉണ്ടാവും. അപ്പോൾ അത് അവിടെ വണ്ടി വഴി കിടന്നു എന്ന് അറിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവർ അവിടെ മെക്കാനിക്ക് ഈ വണ്ടിയായിട്ട് അവിടെ എത്തും, അത് റിക്കവർ ചെയ്യുന്ന ഒരു സംഭവം. പിന്നെ എല്ലാ ബസ് സ്റ്റേഷനിലും CCTV ക്യാമറ വയ്ക്കുകയാണ്. സെക്യൂരിറ്റി എഫിഷ്യന്റ് അല്ല എന്ന് മനസ്സിലായതുകൊണ്ട് ബസ് പാർക്ക് ചെയ്യുന്നതും ബസ് പാർക്ക് ചെയ്യുന്ന സ്ഥലം അവിടെ എല്ലാ സ്ഥലവും, അതായത് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ 10 വെച്ച് കഴിഞ്ഞു. ഇനി ഒരു 10 കൂടെ വെക്കേണ്ടി വരും. തിരുവനന്തപുരത്ത് വെച്ചു, ഇനി ഇവിടെയും വെക്കേണ്ടി വരും. എല്ലാം അളവെടുക്കുകയാണ്. ഉടൻ തന്നെ നമ്മൾ ഇത്. പിന്നെ അതുപോലെ ഈ വേസ്റ്റ് ഡിസ്പോസലിൽ നമ്മൾ വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ LSTD മിനിസ്റ്റർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച ശുചിത്വ പദ്ധതി. അതിൽ ഏറ്റവും മുന്നിലെത്താൻ KSRTC കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരത്ത് ബെസ്റ്റ് ക്ലീൻ ഓഫീസിനുള്ള അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ വളരെയധികം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. ഞങ്ങൾ 48 ടൺ അല്ലേ മാലിന്യങ്ങൾ വർഷോപ്പുകളിൽ നിന്ന് മാത്രം ഡിസ്പോസ് ചെയ്തു. അങ്ങോട്ട് പൈസ കൊടുത്തവരെ ഡിസ്പോസ് ചെയ്തിട്ട് എടുക്കാത്ത ചില സാധനങ്ങളുണ്ട്, ഈ ബ്രേക്ക് ലൈനറിങ്ങുള്ള സാധനങ്ങൾ. അതെല്ലാം അതായത് മാലിന്യമുക്തമാക്കി KSRTC മാറ്റാൻ നല്ല ടോയ്ലറ്റുകളിലേക്ക് വരും. ഇപ്പോൾ കോട്ടയത്ത് നല്ല മനോഹരമായ ടോയ്ലറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു, കൊട്ടാരക്കരയിൽ നവീകരിക്കാൻ കഴിഞ്ഞു, എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുക. ഇനി തിരുവല്ലയാണ് നശിച്ചു കിടക്കുന്നത്, അത് ഉടൻ തന്നെ പരിഹരിക്കും. അത് പറഞ്ഞു CMD തീരുമാനം എടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് കാരണം തന്നെ നമ്മളിനി യാത്രക്കാർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് യാത്രക്കാരെ കൂടുതൽ ബസ്സുകളിലേക്ക് ആകർഷിക്കാം. അതിനുവേണ്ടിയിട്ടാണ് ഇത്രയും വില കൂടിയ ബസ് വാങ്ങിയത്. നല്ല ബസ് വാങ്ങാൻ, ഹൈ ക്ലാസ് ബസ്സുകൾ, ഗ്രാമപ്രദേശങ്ങളിൽ ഓടുന്ന ബസ്സുകളും പുതിയ വണ്ടിയാവും, ചെറിയ വണ്ടികൾ വരും, നല്ല പാട്ടൊക്കെ കേട്ട് പോകാൻ പറ്റുന്ന സൗകര്യം. KSRTCയിലെ യാത്ര എന്ന് പറയുന്നത് ഒരു പ്രസ്റ്റീജിയസ് സന്തോഷകരമായ യാത്രയാണ്. നമ്മൾ വലിയ വർധനവല്ലേ നമ്മുടെ ഈ ടൂറിസം തന്നെ. ഓരോ വിമർശിക്കുന്നവരാലോചിക്കണം. ഞാനിവിടെ ഡബിൾ ഡെക്കർ ഇറക്കിയ ദിവസം എന്നെ വിമർശിച്ചു, ഇയാൾ വലിയ കുഴപ്പമാണെന്ന് പറഞ്ഞു. ആ ഡബിൾ ഡെക്കറിന്റെ ഒരു ദിവസത്തെ ലാഭം 36,000 രൂപ മുതൽ 40,000 രൂപയാണ് ലാഭം. എല്ലാ ചെലവും പോയിട്ട് മൂന്നാറിൽ വന്ന ഡബിൾ ഡെക്കറിന്റെ ലാഭം 4-5 ദിവസം കൊണ്ട്
വണ്ടി 2 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കുന്നത് എല്ലാ ദിവസവും ഫുള്ളാണ്. ഇപ്പൊ അവധിക്കാലം ആയതുകൊണ്ട് മാർച്ച് മാസത്തിൽ ഇച്ചിരി വീക്കായിരുന്നു, ഇപ്പൊ അവധിക്കാലമായി എല്ലാ ദിവസവും ഫുള്ളാണ്. ഇത് KSRTCക്ക് വേണ്ട എന്ന് പ്രസ്താവന ഇറക്കി ട്രേഡ് യൂണിയൻ നേതാക്കളുണ്ട്. ഇയാളൊരു ദുഷ്ടൻ, ഇത് എവിടെ നിന്ന് ഇത് കൊണ്ടുവന്നാണ് ചോദിച്ചത്. എന്താണ് അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഈ വണ്ടിക്കെതിരായിട്ട് പ്രസ്താവന ഇറക്കിയ യൂണിയൻ നേതാക്കളുണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെ ലക്ഷ്യം നമുക്ക് മനസ്സിലാവും. ആ വണ്ടി KSRTCക്ക് ഒരു 4-5 ദിവസം കൂടുമ്പോൾ 2 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയ്ക്ക് മേളിൽ ലാഭം തരുന്നു. അത് വേണ്ടെന്നായിരുന്നോ? മൂന്നാറിൽ ഇന്ന് കേരളത്തിന്റെ ടൂറിസം എന്ന് പറയുമ്പോൾ കഥകളിയും ആനയൊക്കെ നമ്മൾ കാണുന്നു. ഇന്ന് മൂന്നാറിന്റെ ടൂറിസം എന്ന് പറയുമ്പോൾ എല്ലാ മാധ്യമങ്ങളും എല്ലാ സോഷ്യൽ മീഡിയയും എല്ലാവരും എടുത്ത് കാണിക്കുന്നത്, നാഷണൽ ലെവലിൽ എടുത്ത് കാണിക്കുന്നത് ഈ ഡബിൾ ഡെക്കർ ബസ്സാണ്. ഇത് നമ്മൾ KSRTC ജീവനക്കാരുണ്ടാക്കിയതല്ലേ, അഭിമാനിക്കണ്ടേ അതിനകത്ത്? അതിന് ചിലവാക്കിയ പൈസയ്ക്ക് 2 മാസത്തിനുള്ളിൽ കാശ് ലാഭമാകും. പുതിയ സ്ഥലങ്ങൾ നോക്കി നമ്മൾ വാഗമണിൽ ഒരു വണ്ടി ഓടിക്കാൻ, പക്ഷെ അവിടെ റോഡ് അതിന് അനുയോജ്യമല്ല, അതുകൊണ്ട് അതിന് പിന്മാറിയത്. വാഗമണിൽ ടെസ്റ്റ് നടത്തിയിരുന്നു കഴിഞ്ഞ ആഴ്ച. ഒരു വണ്ടി ഒരു ഓപ്പൺ ഡബിൾ ഡെക്കർ ഓടിക്കാം. ഈ സ്കൂളൊക്കെ അടച്ച സീസണാണ്, പക്ഷെ അവിടുത്തെ റോഡ് അതിന് അനുയോജ്യമല്ലെന്നാണ്. ഒരുപാട് കെർവുകളും. മൂന്നാറിലുള്ള നല്ല റോഡല്ല. മൂന്നാറിൽ ഇനി വണ്ടി വരും, ഒരു വണ്ടി കൂടെ വരും, റെഡിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തോ അല്ല, തിരുവനന്തപുരം മാത്രമല്ല, കേരളത്തിലെമ്പാടുമായിട്ട് വിന്യസിക്കും. കഴിയുന്ന കുറച്ചൊക്കെ തമിഴ്നാട് ബോർഡറിലായിരിക്കും. കാരണം വണ്ടി തമിഴ്നാട്ടിലോ കർണാടകത്തിലോ കയറി വീണ് പോയിരിക്കാൻ വേണ്ടി പിന്നെ കൊട്ടാരക്കരയുണ്ട്, പിന്നെ പാലക്കാടുണ്ട്. എന്തോ 10 വണ്ടി 10 വണ്ടി വന്നു കഴിഞ്ഞു. അതിനകത്ത് എല്ലാം ഉണ്ടാവും, ടയർ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. വണ്ടി വീണ് കഴിഞ്ഞാൽ മേജർ റിപ്പയർ ഒഴിച്ചുള്ള കെട്ടി വലിച്ചു കൊണ്ടുവരാതെ ചെയ്യാൻ പറ്റുന്ന എല്ലാ റിപ്പയറുള്ള സാധനം ഉണ്ടാവും. എല്ലാം ഈ സ്റ്റേഷനിൽ ആൾ റെഡിയായിരിക്കും. ഇപ്പം ചടയമംഗലത്ത് ഒരു വണ്ടി കിടക്കുന്നുണ്ട് അറിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കൊട്ടാര കിടക്കുന്ന വണ്ടി മെക്കാനിക്കലിന്റെ വണ്ടി ഓടിച്ച് അവർ 2-3 പേര് ഒരുമിച്ച് അവിടെ പോയി ആ വണ്ടി എടുത്ത് റോഡിൽ ഇട്ട് തന്നെ ശരിയാക്കും. മറ്റേ ടയറൊക്കെ പഞ്ചറായി അവിടെ കിടക്കും. വലിയൊരു വണ്ടിയിലാണ് ടയർ കൊണ്ടുപോകുന്നത്. ഇതങ്ങനെയല്ല. ഇപ്പൊ ടാറ്റയുടെ ലൈസൻസ് ടയറും ലൈലന്റെ ടയറും വ്യത്യാസം. അപ്പൊ വണ്ടി വീണ് കിടക്കുന്ന വണ്ടി ലൈലന്റ് ആണോ ടാറ്റ നോക്കിയിട്ട് അതിന്റെ ടയർ വണ്ടിയായിട്ട് പോകും. വണ്ടി ലോഡായി നിൽക്കും. വണ്ടി എല്ലാ ടൂൾസും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഈ ടൂൾസോടുകൂടി വണ്ടി നിൽക്കും. ഒരു എമർജൻസി സിറ്റുവേഷൻ കൈകാര്യം ചെയ്യണം. അത് അവിടെ നിന്ന് ഫയർ എഞ്ചിൻ പോകുന്ന പോലെ ഈ സാധനം അവിടെ എത്തി അവിടെ ഇട്ട് റിപ്പയർ ചെയ്ത് കൊണ്ടുപോകും. വണ്ടി ട്രിപ്പ് മുടങ്ങരുത് എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ചെയ്യുന്നത്. 10 എണ്ണം ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. വയനാട്ടിൽ ഒരെണ്ണമുണ്ട്, അവിടെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വയനാട് ചുരത്തിന് താഴെ, ചുരത്തിൽ വണ്ടി കിടന്നാൽ പെട്ടെന്ന് എടുക്കണ്ടേ, അവിടെ ഒരെണ്ണം പ്ലേസ് ചെയ്തിട്ടുണ്ട്. പാലക്കാടുണ്ട്, കാസർഗോഡ്, ഈ അതിർത്തിയോട് ചേർന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് പാറശാലയുണ്ട്, ഇവിടെ അതിർത്തി ഭാഗത്താണ് കിടക്കുന്നത്. കാരണം തമിഴ്നാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാടല്ലേ. ഇതാകുമ്പോൾ പെട്ടെന്ന് ചെറിയ വണ്ടിയാണ്, വലിയ ബസ്സല്ല, ചെറിയ വണ്ടി. അത് റിലീസ് ചെയ്യും 2 ദിവസം വന്നു കഴിഞ്ഞാൽ. മിനിസ്റ്റർ നിയമസഭയിൽ ഈ പറഞ്ഞ ജലഗതാഗതവുമായി ബന്ധപ്പെട്ട് ടൂറിസം വകുപ്പ്, സാംസ്കാരിക വകുപ്പ്, ഈ പാതിരാമണയിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ പോകുന്ന ഒരു പദ്ധതിയെ കുറിച്ച് പറഞ്ഞത് എപ്പോഴാണത് അതിന്റെ പ്രോജക്ട്? അത് ഉടനെ ഉണ്ട്. അതിന്റെ വാട്ടർ അതോറിറ്റി അല്ലെ ഈ വാട്ടർ ട്രാൻസ്പോർട്ട് ഡയറക്ടർ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി പോയിരിക്കുകയാണ്. അദ്ദേഹം 30 തീയതി അടുപ്പിച്ചാണ് വന്നത്. ഞാനും പിന്നെ ട്രാൻസ്പോർട്ട് സെക്രട്ടറി നൂഹ്, അദ്ദേഹം ടൂറിസം ഡയറക്ടറൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ ഞങ്ങൾ ഇരുന്നിട്ട് ആ സ്കീം ഉടൻ നടപ്പിലാക്കും. ടൂറിസം മിനിസ്റ്ററുമായിട്ടും ഒരു യോഗം വിളിക്കും. വലിയ താമസം ഉണ്ടാവില്ല. ബോട്ട് നമ്മുടെ റെഡിയാണ്. അപ്പോൾ ഈ ഒരു സ്കീം ഉണ്ടാക്കുകയും ഈ സാംസ്കാരിക, അത് നല്ലൊരു പരിപാടിയായിരിക്കും. കാരണം ഞാനതിനെ കോപ്പി അടിച്ച് എവിടെയാണെന്ന് തുറന്ന് പറയാം. ഗൾഫ് രാജ്യങ്ങളിൽ ഡെസേർട്ട് ഡ്രൈവ് ഉണ്ട്. ഈ സാധനം ലാൻഡ് ക്രൂയിസറിന് പകരം ബോട്ട്, മരുഭൂമിക്ക് പകരം വെള്ളം, കായൽ, അത്രയും ബാക്കിയില്ല സെയിം. അവിടെ നമ്മളൊരു സാംസ്കാരികമായിട്ടുള്ള ഒരു പ്രോഗ്രാം വരുമ്പോൾ നന്നായിരിക്കും. അത് ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ മിക്സറായിട്ട് നല്ല പ്രോഗ്രാം ചെയ്താൽ. ഞാൻ ഈയിടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു ടോക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി അതൊരു നല്ല ആശയമാണ്. കാരണം ഒരു പ്രോഗ്രാം കാണിക്കുമ്പോൾ ചിലപ്പോൾ ബോറായി, കുറച്ച് കഥകളിയും കുറച്ച് ഡാൻസും ഓട്ടംതുള്ളലും എല്ലാം അവിടെ മിക്സ് ചെയ്തിട്ട് ഒരു സാധനം ഉണ്ടാക്കിയാൽ നന്നായിരിക്കും തോന്നും. അത് സാംസ്കാരിക വകുപ്പുമായിട്ട് ആലോചിച്ചിട്ട് നമുക്കത് ചെയ്യാം. അത് നന്നായിരിക്കും. കാരണം നമ്മളൊരു കൾച്ചറലായി നമ്മുടെ കേരളത്തിന്റെ കൾച്ചറിന്റെ ഒരു നരേഷൻ പോലെ പോകുന്ന ഒരു പ്രോഗ്രാം ആദ്യം കുട്ടനാടിലാണ്. കുട്ടനാട് ചെയ്യാൻ പറ്റും, മൺട്രോത്തുരുത്ത് കേന്ദ്രീകരിച്ചും ചെയ്യാൻ പറ്റും. നമുക്ക് ഈ കൊല്ലം ജില്ലയിലും ചെയ്യാൻ പറ്റും. കുട്ടനാട്ടിലാണ് പല ഭാഗത്താണ് കുട്ടനാട്ടിൽ പല ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റും. ഇപ്പം കുമരകം ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഒരു ഓപ്പറേഷൻ നടത്താം, ആലപ്പുഴ ഭാഗത്ത് നിന്ന് ഒരു ഓപ്പറേഷൻ നടത്താം. അങ്ങനെ 2-3 സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഈ മുഹമ്മ ആ ഭാഗത്തു നിന്ന് അങ്ങനെ 2-3 സ്ഥലത്ത് നിന്ന് ഈ ട്രിപ്പ് കൊണ്ടുവരാൻ പറ്റും. ഒരു 3 ലൈനിൽ ഓപ്പറേഷൻ എല്ലാം ഒരിടത്ത് വന്ന് ചേരും തരത്തിൽ. പാതിരാമണലിലാണ് ഞാൻ മന്ത്രിയോട് ടൂറിസം മിനിസ്റ്ററോട് ചോദിച്ചിരിക്കുന്നത്. പാതിരാമണലിലാണ് ഒരു വലിയ പണം മുടക്കിയുള്ള സാധനമൊന്നും വേണ്ട. ഓലയൊക്കെട്ടുള്ള സാധനം ഞാൻ വിശദീകരിച്ചല്ലോ. ഓലയൊക്കെട്ടുള്ള സാധനം അല്ലാതെ പണം മുടക്കി ഒരു 5 നില കെട്ടണവും പൈലടിച്ചുള്ള പരിപാടിയൊന്നുമല്ല.
ഓലയും നമ്മുടെ കാറ്റാടി കഴിയൊക്കെ വെച്ചുണ്ടാക്കുന്ന പഴയ ഇതുണ്ടല്ലോ, കമുകൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന പഴയ തിയേറ്റർ, അതാണ് ഉദ്ദേശിച്ചത്. അത് ഞങ്ങൾ ഉടനെ തന്നെ അത് ഒരു 2 months അത് പ്രൂവ് ആക്കും. KSRTC വേറെ കാര്യം കൂടിയുണ്ട്. KSRTC എല്ലാ സ്റ്റോറും പർച്ചേസും എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിലേക്ക് മാറി കഴിഞ്ഞു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻവെന്ററി പലപ്പോഴും സ്റ്റോപ്പ് ഈ സാധനങ്ങൾ ഇല്ലാതെ വരിക എന്നതാണ്. അതെല്ലാം മാറ്റിക്കൊണ്ടൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ വർക്ക്ഷോപ്പിലെ എല്ലാ സ്റ്റോപ്പും ഇനി അതാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു സംഭവം ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ അനാവശ്യമായ സാധനങ്ങൾ വാങ്ങി കൂട്ടുന്നില്ല. അപ്പോൾ നമുക്ക് 6000 ബാറ്ററി ആവശ്യമുണ്ടെങ്കിൽ 6000 ബാറ്ററി ഒരുമിച്ച് ടെൻഡർ ചെയ്യും, ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആവശ്യമുള്ളത്, അപ്പോൾ നമുക്ക് ഒരു 600 ബാറ്ററി ആവശ്യമുണ്ടാകും, അത് മാത്രം വാങ്ങും. അതിൽ 400 ബാറ്ററി കഴിയുമ്പോൾ അടുത്ത 200 ബാറ്ററി ഉണ്ടല്ലോ ബാക്കി നിൽക്കുമ്പോൾ ഈ സോഫ്റ്റ്വെയർ തന്നെ ഒരു പർച്ചേസ് ഓർഡർ ജനറേറ്റ് ചെയ്യും. ഈ പർച്ചേസ് ഓർഡറിൽ ആ അടുത്ത സെക്കൻഡിൽ തന്നെ സപ്ലൈ ചെയ്യുന്ന കമ്പനിയുടെ ഇമെയിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ഒരു ഓഫീസർക്ക് ഇതെടുത്ത് വെച്ചിട്ട് 5 ദിവസം കഴിഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മറുവശത്ത് പേയ്മെന്റും ഇതിലാണ് വരുന്നത്. പേയ്മെന്റും നമ്മൾ സോഫ്റ്റ്വെയർ വഴി വരും. ആദ്യം സപ്ലൈ ചെയ്യുന്നത് ഇപ്പം ടയറിന് ഡിമാൻഡ് കൂടുതലാണ്. ടയർ അങ്ങനെയുള്ള സാധനങ്ങൾ പ്രയോറിറ്റി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈ സോഫ്റ്റ്വെയർ. അപ്പോൾ ടയർ വാങ്ങുന്ന കമ്പനി രാവിലെ 1 മണിക്ക് ഒരു വണ്ടി, ഉച്ചയ്ക്ക് 11 മണിക്ക് ഒരു വണ്ടി ഒരാൾ ഒരു സപ്ലൈ ചെയ്തു, രണ്ടാമത്തെ ആൾ ഉച്ചയ്ക്ക് 4 മണിക്ക് സപ്ലൈ ചെയ്തു, 11 മണിക്ക് സപ്ലൈ ചെയ്താണ് ആദ്യം പൈസ കിട്ടും. ടൈം വരെ നോക്കിയിട്ട് ആ പ്രയോറിറ്റി മാനുവലായിട്ട് നിശ്ചയിക്കുന്ന അവസാനിപ്പിച്ചിട്ട് പേയ്മെന്റുമെല്ലാം ഇനി സോഫ്റ്റ്വെയർ തന്നെ പേയ്മെന്റിനുള്ള ഓർഡർ സോഫ്റ്റ്വെയർ കൊടുക്കും, പർച്ചേസ് ചെയ്യാനുള്ള ഓർഡറും സോഫ്റ്റ്വെയർ കൊടുക്കും. അപ്പോൾ മാനുവലായിട്ടുള്ള ഹാൻഡിലിംഗ് ഇല്ല, പണം അങ്ങനെ കൈകാര്യം ചെയ്യുന്നില്ല. എനിക്ക് താല്പര്യമുള്ള ഒരാൾക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഈ കമ്പ്യൂട്ടർ പറയുന്ന നിലയിൽ മാത്രമേ പണം ഇനി കൊടുക്കാൻ പറ്റൂ. KSRTCയിൽ ഇത് നമ്മളല്ലോ ഒരു കുത്തിക്കെട്ടി ഒരു അച്ചടക്കം ഉണ്ടാക്കാൻ സഹായിക്കണം എന്ന് പറയാൻ കാര്യം ഇത്തരത്തിലുള്ള ചില ഡിസിപ്ലിൻ, ഫൈനാൻഷ്യൽ ഡിസിപ്ലിനും ഇതിന്റെ ഫുൾ കൺട്രോൾ കൊണ്ടുവന്നാൽ ഇതിന്റെ നഷ്ടം ഭാവിയിൽ കുറഞ്ഞു വരികയും ഇത് ലാഭത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. ഇപ്പോഴല്ല, നാളെ ഞാൻ മന്ത്രി അല്ലാതായാലും പ്രൊമോജ് CMD അല്ലാതായാലും ഇത് നഷ്ടത്തിൽ നിന്ന് ഈ സിസ്റ്റം പൊളിക്കാതിരുന്നാൽ ഇത് നഷ്ടത്തിൽ നിന്ന് കരകയറി വരും. ടിക്കറ്റ് മെഷീൻ തന്നെ പുതിയ മെഷീൻ വരിക, അതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുക. സ്റ്റേറ്റ് വൈഡ് ആയിട്ടില്ല, 2 ജില്ലകൾ 3 ജില്ലയായി, പത്തനംതിട്ട ആലപ്പുഴ വരെയായി. 53 ഡിപ്പോ തർക്കം ഈ തമിഴ്നാട് മോഡൽ സ്വീകരിക്കുമെന്ന് TDF ഒരു പത്രസമ്മേളനം നടത്തി. അതെന്താ സംഭവം? തമിഴ്നാട് മോഡൽ എനിക്കറിയത്തില്ല. ഇത് കർണാടകത്തിലും മറ്റ് ബോംബെയിലും ഒക്കെ എടുത്തേക്ക് ഓരോ ടിക്കറ്റിൽ നമ്മൾ കൂടുതൽ പൈസ മുടക്കേണ്ടി വരുമെന്നാണ് വെറുതെ പറയുന്നില്ലേ. ഇതിന്റെ മെയിൻ അതൊക്കെ നമ്മൾ സൗകര്യങ്ങൾ കിട്ടുമ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി. തമിഴ്നാട് മോഡൽ ഓരോ സ്ഥലത്ത് ഓരോ റേറ്റിനല്ലേ കൊടുക്കുന്നത്. നമ്മൾ ടെൻഡർ വിളിച്ച് സുതാര്യതയോടുകൂടി ഫിക്സ് ചെയ്തൊരു കാര്യമാണ്. അതിനകത്തൊക്കെ ആവശ്യമില്ല ഇത് നടത്തരുത് എന്നുള്ളവന് ഇടം കൂടിയിടാൻ. ഈ ഡബിൾ ഡക്കർ നഷ്ടമായിരിക്കും എന്ന് പറഞ്ഞില്ലേ, എന്തിനാ ഇയാൾ ഡബിൾ ഡക്കർ ഉണ്ടാക്കി? പൊല്യൂഷൻ ഇല്ലാത്ത ഡബിൾ ഡക്കറിൽ എന്നൊക്കെ അന്ന് ചോദിച്ചത്. ഇതിലെന്താ പൊല്യൂഷൻ ഉണ്ടല്ലോ, ഫിറ്റ്നസ് ഉണ്ടല്ലോ, ഡബിൾ ഡക്കർ ലാഭത്തിലാണല്ലോ. അപ്പോൾ എല്ലാവരും പറയുന്നത് കേട്ടിട്ട് ഞാൻ CMDയോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു വിദ്യാഭ്യാസമുള്ള ഒരു കേന്ദ്ര സർവീസ് ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് എൻ്റെ CMD ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഭരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. IAS കാരനാണ് എടുത്തിരിക്കുന്നത്, അവർ ഭരിക്കട്ടെ, അവരെ അതിനാണല്ലോ പഠിച്ചത്. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയണ്ട. വെളിയിൽ നിന്ന് അഭിപ്രായം പറയുന്ന എല്ലാ അഭിപ്രായത്തിനും നമ്മൾ വഴങ്ങേണ്ട കാര്യവും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഭരണം, അഡ്മിനിസ്ട്രേഷൻ. KSRTCയിലെ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ യൂണിയൻകാർ ഓരോന്ന് പറയും, അത് കേട്ട് അറച്ചു നിന്ന് ഇത് നശിച്ചു. അറച്ചു നിൽക്കുന്നില്ല, അവരെ ജോലി കറക്റ്റായിട്ടൊന്ന് ചെയ്തു തന്നാൽ മതി. മാക്സിമം കളക്ഷൻ കൂട്ടിത്തരിക. പിന്നെ ഈ മാസം 30-ാം തീയതി ഒരു റെഫറൻഡം ആയതുകൊണ്ട് ഇങ്ങനെ പലതും കേൾക്കും. അത് നമ്മളും കണ്ടുവച്ചാണ്. അതവിടെ നടക്കട്ടെ, ഇതവിടെ നടക്കട്ടെ. അത് നടത്താൻ വിദ്യാഭ്യാസമുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് അവരുടെ പ്രൊഫഷണലിസവും അവരെ കഴിവുകളും നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുത്താൽ മതി മന്ത്രി എന്നുള്ള നിലയിൽ. അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞാൽ അവർ ചെയ്തുള്ളതൊക്കെ. സോഫ്റ്റ്വെയർ തന്നെ പ്രമോജ് തന്നെ നല്ല താല്പര്യം എടുത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടുവന്നാണ് ആ സോഫ്റ്റ്വെയർ. നല്ല സോഫ്റ്റ്വെയർ ഞാൻ കണ്ടു, എനിക്കത് തൃപ്തികരമെന്ന് തോന്നി, ഞാൻ ശരിയെന്ന് പറഞ്ഞു. അത്രയും മതി, ശരി പറയാൻ നിന്നാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ചെലവ് ആപ്പ് നടപ്പിലാക്കിയിട്ടുണ്ട്. ചെലവ് ആപ്പ് നടത്താനായിട്ടുള്ള എല്ലാ നടപടികളും ട്രാൻസ്പെറന്റ് ആയിട്ട് ടെൻഡർ ചെയ്താണ് നടപ്പിലാക്കിയിരിക്കുന്നത്. നിങ്ങൾ തന്നെ ചെലവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യും. ഇപ്പോൾ KSRTC ചെലവ് ആപ്പ് പേര് മാറും. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കൂ, നിങ്ങൾക്ക് തിരുവനന്തപുരം സിറ്റിയിൽ ഓടുന്ന എല്ലാ വണ്ടികളും വരുന്നതും പോകുന്നതും ഒക്കെ കാണാൻ പറ്റും. ഇതിലൂടെ വരാൻ പോകുന്നത് വെച്ചാൽ സാധാരണക്കാരായ ജനങ്ങളുടെ മൊബൈൽ ഫോൺ എൻക്വയറി കൗണ്ടറിന് KSRTCയിൽ ആവശ്യമില്ല. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഏത് വണ്ടി എവിടെ നിൽക്കുന്നു. നമ്മളിപ്പോൾ വീട്ടിലിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത ബസ് സ്റ്റാൻഡിൽ എത്താൻ എത്ര മിനിറ്റ് എടുക്കും നടന്നു പോയാൽ? അതിൽ കാണിക്കും. അവിടെ എത്തുമ്പോൾ എനിക്ക് പറയാനുള്ള ബസ് 3 മിനിറ്റിനാൻ വരുന്നു.
വെള്ളയമ്പലത്തേക്കുന്ന വണ്ടി എത്ര മിനിറ്റിനുള്ളിൽ ഞാൻ പാളയത്ത് നിൽക്കുകയാണെങ്കിൽ എനിക്ക് എപ്പോൾ കിട്ടും, അതിൽ സീറ്റ് ഉണ്ടോ, ഇതെല്ലാം കാണാൻ പറ്റും. ഇത് ജനങ്ങൾക്കല്ലേ. പിന്നെ ഒരു സർവീസ് വരുമ്പം നമുക്ക് ഫ്രീ ആയിട്ട് തരാൻ ഇത് നമ്മുടെ അളിയനൊന്നുമല്ലല്ലോ, ഫ്രീ ആയിട്ട് തരാൻ പൈസ കൊടുക്കണം. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യണ്ട. അതൊക്കെ 30-ാം തീയതി വരെ ഉണ്ട്, അതവിടെ നടക്കും. അതിവിടെ കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അതൊന്നും കേൾക്കണ്ട. കാരണം ഇത്രയും കാലമൊക്കെ നമ്മൾ അവർ പറഞ്ഞ കണക്കൊക്കെ ഇത് നടന്നിങ്ങനെയൊക്കെ ആയി. ഇനിയിപ്പം ധിക്കാരപരമായിട്ടൊന്നുമില്ല, സ്നേഹത്തോടെ അവരവരെ ജോലി ചെയ്യാം. KSRTC MD അങ്ങനെ ജോലി ചെയ്യും, അത്രയും. അത് ബിജു പ്രഭാകരൻ ഇരുന്നപ്പോഴും അദ്ദേഹം എടുത്ത നിലപാട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജോലി കറക്റ്റായിട്ട് ചെയ്തു. അതിൻ്റെ ചില വ്യത്യാസങ്ങളുണ്ടല്ലോ, നന്മകളുണ്ടല്ലോ, അത് നമ്മൾ പറയണ്ടേ. അതുകൊണ്ട് അത് ആളെ സർക്കാർ നിയമിച്ചിട്ടുണ്ട്, അവർ ചെയ്യും.